വിഷ്ണുപാദായ കൃഷ്ണപ്രഷ്ടായ വിഷ്ണു ഗോസ്വാമി നാമിനി. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രഷ്ടായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമി നാമിനെ. നമസ്തേ സരസ്വതീ ദേവി ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശധാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും ഒരു ഭാഗവതം ക്ലാസ്സിലേക്ക് കൂടി സ്വാഗതം. അതുപോലെ എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നമ്മള് 1-ാം സ്കന്ധം 18-ാം അധ്യായം കഴിഞ്ഞു, തീർന്നു. ഇനിയും 19-ാം അധ്യായത്തിലേക്ക് കടക്കുകയാണ്. ഹരേ കൃഷ്ണ. നമുക്ക് ഈ പുരുഷോത്തമ മാസത്തിലെ 18-ാം അധ്യായം തീർക്കാൻ കഴിഞ്ഞു. ഇനിയും ശുകാഗമനത്തിലേക്കാണ്, ബ്രഹ്മർഷി വരുന്ന ചാപ്റ്ററാണ് നമുക്ക് എടുക്കാൻ പോകുന്നത്. ഹരേ കൃഷ്ണ. 18-ലെ എന്തൊക്കെയാണ് പറഞ്ഞത് എന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? അത് ഒന്നും ഓർമ്മയിലുണ്ടോ? എന്തൊക്കെയാണ് നിൽക്കുന്നത്? ഇനി എന്താണ് വരാൻ പോകുന്നത്? ശുകൻ ഇവിടെ വരാൻ കാരണം എന്താണ്? ശുകദേവന്റെ പ്രാധാന്യം എന്താണ്? അപ്പൊ എന്തുകൊണ്ട് ശുകദേവൻ ഇവിടെ എത്തിച്ചേർന്നു? അല്ലെങ്കിൽ ശുകദേവൻ മാത്രമാണോ അവിടെ എത്തിയത്? ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇതിൽ കൂടി കാണാൻ കഴിയും. അങ്ങനെ നമ്മൾ കാണുന്ന ശുകാഗമനം എന്ന ചാപ്റ്റർ എങ്ങനെയാണ് പരീക്ഷിത് മഹാരാജാവിന് ഇവിടെ നിന്ന് പോകാനുള്ള വഴി ഒരുക്കി കൊടുക്കുന്നത് എന്ന് നമ്മൾ അവിടെ കാണുകയാണ് ചെയ്യുന്നത്. ആ കൂട്ടത്തിൽ നമ്മളിത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാസത്തിലാണ് നമ്മൾ ഇത് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും ബ്രഹ്മാവിന്റെ സ്തുതി എല്ലാവരും പഠിച്ചു കാണും എന്ന്, എല്ലാവരും വായിക്കുന്നുണ്ടാവുമെന്ന് ഞാൻ കരുതുന്നു. അപ്പം ബ്രഹ്മസ്തുതിയിലെ നമ്മൾ കാണുന്ന എത്രയും ഏതെല്ലാം വിധത്തിൽ നമ്മൾ താഴാമോ ആ രീതിയിലെല്ലാം ഭഗവാന്റെ അടുത്ത് താണു വണങ്ങി ഈ ചെയ്തു പോയ തെറ്റുകൾക്ക് മാപ്പിരക്കുന്ന ബ്രഹ്മാവിനെ നമ്മളവിടെ കാണുന്നുണ്ട് ബ്രഹ്മസ്തുതിയിൽ. അപ്പൊ അതുപോലെ ഇവിടെയും തെറ്റുകൾ പലതും നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകാം. മനുഷ്യജന്മം എന്ന് പറയുന്നത് എപ്പോഴും തെറ്റുകൾ നമ്മുടെ ഭാഗത്തു നിന്ന് പലതും ഉണ്ടാകും. പക്ഷെ അതിനെ അറിഞ്ഞ് അതിന് എന്ത് ചെയ്യാൻ കഴിയും? ഒന്നും ചെയ്യാൻ കഴിയില്ല എങ്കിൽ പോലും അതിനെ അറിഞ്ഞ് അതിന് പശ്ചാത്താപം ഒരുക്കി കൊടുക്കുന്ന, പശ്ചാത്താപം കാണിക്കുന്ന, എന്തെല്ലാം സംഭവിക്കുമ്പോഴും നമ്മൾ അതിന് പ്രതിവിധിയായിട്ട് എന്തെങ്കിലും ചെയ്യാമോ എന്ന് നോക്കുന്നതാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പം ആകപ്പാടെ എന്താണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നത്? ഭഗവാനെ ഓർക്കുകയാണ്, നമുക്ക് ഭഗവാനോട് പറയുകയാണ്, അല്ലെങ്കിൽ ഭഗവാന്റെ പാദത്തിൽ വീണ് നമ്മുടെ തെറ്റുകളെ ഏറ്റുപറയുന്ന ഒരവസ്ഥ. അപ്പൊ അതിനുവേണ്ടി എന്ത് ചെയ്യാം? ഇനിയിപ്പൊ ചുമ്മാതങ്ങ് ഏറ്റു പറഞ്ഞത് കൊണ്ടായില്ല. എന്താണ് നമുക്ക് അവസാന സമയത്ത് നമുക്ക് ചെയ്യാൻ കഴിയുന്നത് എന്നതിനെ കുറിച്ചൊരു അറിവ് നമുക്ക് പകർന്നു തരികയാണ് ഭാഗവതത്തിൽ കൂടി ചെയ്യുന്നത് എന്ന് നമുക്കിവിടെ കാണാവുന്നതാണ്. ഹരേ കൃഷ്ണ. എല്ലാവരും 18-ാം സ്കന്ധം പഠിച്ചത് ഓർമ്മയുണ്ടല്ലോ. 18-ാം സ്കന്ധത്തിൽ എന്തൊക്കെ കണ്ടിരുന്നു എന്നുള്ളതും, ഇപ്പം പ്രപഞ്ചങ്ങൾക്ക് ആശ്രയമേകുന്ന ഭഗവാൻ ഏത് സമയത്താണെങ്കിലും ഒരു ഡിവോട്ടിക്ക് ആ ഭഗവാനെ കുറിച്ചുള്ള ചിന്ത, എന്താണ് എനിക്ക് ലാസ്റ്റിൽ ചെയ്യാൻ കഴിയുന്നത് എന്നതിനെ കുറിച്ചുള്ള ഒരു വിചാരം, ഞാൻ എന്തെല്ലാമോ അപരാധങ്ങൾ ചെയ്തു പോയി എങ്കിലും അതിനെയെല്ലാം എൻ്റെ ഭഗവാൻ കുറച്ചു തരും, എങ്ങനെ ഭഗവാനിൽ അഭയം പ്രാപിച്ചാൽ എന്നുള്ള ആ ചിന്ത ഒരു മനുഷ്യന്റെ മനസ്സിൽ വരണം. അപ്പൊ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. അപ്പം നമ്മള് നമ്മൾ പറയുന്നതും ചെയ്യുന്നതും അനുസരിച്ച് പല തെറ്റുകളും ഉണ്ട്. അപ്പം തെറ്റുകളെല്ലാം പൊറുക്കാൻ ഒരു മാർഗം മാത്രമേ ഉള്ളൂ. എന്ത്? ഭഗവാനെ അഭയം പ്രാപിക്കുക. അപ്പൊ അഭയം പ്രാപിക്കുമ്പോൾ അതെങ്ങനെയായിരിക്കണം അഭയം പ്രാപിക്കേണ്ടത്? അതിൽ യാതൊരു കൽമഷവും നമ്മുടെ മനസ്സിലുണ്ടാകാൻ പാടില്ല. അതിനെ പല യുഗങ്ങളിൽ പല രീതിയിലുള്ള മാർഗങ്ങൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. നമുക്കറിയാം, ക്രിയതേയ ധ്യായതേ വിഷ്ണു. നമ്മളെ
യുഗത്തില് നമുക്ക് വിഷ്ണുവിനെ ധ്യാനിച്ച് എടുക്കാൻ കഴിയുമായിരുന്നു. അത് ത്രേതായാം യജതോ മഖൈഹി, ത്രേതായുഗം ആയപ്പോഴത്തേക്ക് യജ്ഞങ്ങൾ നടത്തി നമുക്ക് ഭഗവാനെ പ്രീതിപ്പെടുത്താൻ കഴിയും. ഇനി ദ്വാപരയുഗം ആയപ്പോഴത്തേക്ക് എന്തായി? പരിചര്യായാം, ഭഗവാന് വേണ്ട പരിചരണങ്ങൾ ചെയ്യാനുള്ള മനസ്സ് നമ്മുടെ മനസ്സിൽ ഉണ്ടാകുക. പക്ഷെ പിന്നെ കലവും എന്താണ്? ഹരികീർത്തനാത്. ഈ യുഗമായപ്പോഴത്തേക്ക് നമുക്ക് ഹരികീർത്തനം കൊണ്ട് മാത്രമേ നമുക്ക് ഭഗവാന്റെ സ്നേഹം പിടിച്ചു പറ്റാൻ, ഭഗവാനിലേക്ക്, ഭഗവാന്റെ ഉള്ളിൽ കടക്കാൻ ഇത് സാധിക്കുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കി. മനസ്സിലാക്കണം. അതാണ്. അപ്പം യഥാർത്ഥത്തിൽ കലേർദോഷ നിധേരാജൻ, ഈ ഒരു ഭഗവാനെ പറഞ്ഞു കൊടുക്കുന്നത് പോലെ ശുകദേവ ഗോസ്വാമി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. കലേർദോഷ നിധേരാജൻ അസ്തിഹി ഏകോ മഹാൻ ഗുണഃ കീർത്തനാദേവ കൃഷ്ണസ്യ മുക്തസംഗ പരം വ്രജേത്. അപ്പൊ നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ നമുക്ക് ഒറ്റ മാർഗമേ ഉള്ളൂ. ബാക്കി നോളജ് വായിച്ചത് കൊണ്ടോ, ഒരുപാട് അറിവ് നേടിയത് കൊണ്ടോ, ഒരുപാട് വായിച്ചെടുത്തത് കൊണ്ടോ ഒന്നും നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഒന്ന് മാത്രമേ ഉള്ളൂ. എന്താണ്? നാമസങ്കീർത്തനം. ആ നാമത്തിൽ കൂടി നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? നമുക്ക് കൃഷ്ണന്റെ ലീലകൾ ആസ്വദിക്കാൻ നാമം നമ്മളെ സഹായിക്കും. ആ ലീലകൾ കൂടി ഉയർന്ന് മുന്നോട്ട് പോകാനും നമുക്ക് നാമസങ്കീർത്തനം വളരെയധികം സഹായകമായി ഭവിക്കും ഈ കലിയുഗത്തിൽ. പക്ഷെ ഇവിടെ ദ്വാപരയുഗം അവസാനിക്കാൻ പോവുകയാണ്. ആ സമയത്ത് കലി വന്ന് കയറി കഴിഞ്ഞു. ആർക്ക്? നമുക്ക് പരീക്ഷത്തിന്റെ ടൈമായപ്പോഴത്തേക്ക് കലിക്ക് കയറാനുള്ള അവസരം ഒരുക്കി കൊടുക്കുകയാണ് യഥാർത്ഥത്തിൽ അവിടെ ചെയ്തത്. കാരണം കലിയുടെ കാലമാണ്, വരേണ്ടതാണ്. പക്ഷെ കലിയെ കടത്താനായിട്ട് അനുവദിക്കുന്നില്ല. ആരെ? പരീക്ഷിത് മഹാരാജാവ്. അങ്ങനെ പരീക്ഷിത് മഹാരാജാവിനെ തിരിച്ചു വിളിച്ചിട്ട് പറഞ്ഞിരിക്കുന്ന ഓരോ കാലഘട്ടങ്ങളിലുമുള്ള പറഞ്ഞിരിക്കുന്നതനുസരിച്ച് വ്യക്തികൾ അവരുടേതായ ഒന്നുകിൽ ആദ്യം ധ്യാനത്തിൽ ഏർപ്പെടുത്തി മുന്നോട്ട് പോകാമായിരുന്നു, അല്ലെങ്കിൽ യാചകങ്ങൾ ചെയ്തു പറ്റുമായിരുന്നു. അങ്ങനെ ഈ സമയത്ത് പരിചര്യയെ കൊണ്ടുപോലും പറ്റാത്ത ഒരു എത്തിക്കഴിഞ്ഞു എന്നും അവിടെ ഭഗവാന്റെ നാമസങ്കീർത്തനമാണ് ഏറ്റവും വലുതെന്നും മനസ്സിലാക്കി കൊടുക്കുകയാണ് ചെയ്തത്. അങ്ങനെ തൻ്റെ ഭക്തനെ, തന്നെ മാത്രം അഭയം പ്രാപിച്ചിരിക്കുന്ന ഭക്തനെ ഭഗവാൻ തിരിച്ചു വിളിക്കുകയാണ് ഇവിടെ നമ്മൾ കാണുന്നത്. അപ്പൊ അങ്ങനെ ആ ഒരു യസ്യാസ്തി ഭക്തിർ ഭഗവത്യകിഞ്ചന സർവൈർ ഗുണസ്തത്ര സമാസതേ സുര. അപ്പൊ ഒരുവൻ കലർപ്പറ്റ ഭക്തനാകുന്ന പക്ഷം, അപ്പം എങ്ങനെയായിരിക്കണം? യസ്യാസ്തി ഭക്തിർ ഭഗവത്യ അകിഞ്ചനാവുക, സർവൈർ ഗുണസ്തത്ര സമാസതേ സുര എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അവിടെ നമ്മൾ കലർപ്പറ്റ ഭക്തനാകുന്ന പക്ഷം അവന് എല്ലാ സദ്ഗുണങ്ങളും ഉണ്ടാകുമെന്നും അവൻ പരമഹംസനെ പോലെ ആകുമെന്നും അങ്ങനെ വേദോപദേശങ്ങൾക്ക് അതീതനായി അവൻ ഭഗവാന്റെ പാദപത്മങ്ങളിൽ എത്തണം. അപ്പൊ അതിനുള്ള സാഹചര്യങ്ങൾ ഇവിടെ ഭഗവാൻ തന്നെ ഒരുക്കി കൊടുക്കുന്നു. അങ്ങനെ ആ ഒരു സാഹചര്യങ്ങളിൽ എല്ലാം കടന്നിട്ട്, കാരണം ഇവിടെ എന്താണ് ഉണ്ടായത്? ഒരു ബ്രാഹ്മണനെ കൊണ്ട് ശാപം കൊടുപ്പിക്കുന്നു. ബ്രാഹ്മണൻ എന്ന് പറയുന്നത് എന്താണ്? സമൂഹത്തെ രക്ഷിക്കുന്ന, രാജാവിന് വേണ്ട ഉപദേശങ്ങൾ കൊടുക്കുന്ന, രാജാവിനെ നടത്തിക്കൊണ്ടു പോകുന്ന ആളാണ് ബ്രാഹ്മണൻ. ഒരു ബ്രാഹ്മണന്റെ ശാപം ഏൽക്കേണ്ടതായിട്ട് വരുന്നു. അതിനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുകയും അതിൽ കൂടിയെങ്കിലും കാണുന്നതായിട്ട്, പെരുമാറുന്നതായിട്ട് നമ്മളെ കാണുന്നു. അപ്പം പരിനിഷ്ഠോപി നൈർഗുണ്യ ഉത്തമ ശ്ലോക ലീലയാ ഗൃഹീത ചെയ്ത രാജർഷി അഖ്യാനം യത് അധീതവാൻ എന്നാണ് പറയുന്നത്. എന്താണ്? അതീന്ദ്രതയിൽ ആയിട്ടുള്ളവർക്കും എന്ത് സംഭവിക്കുന്നു? ഭഗവത് ലീലകൾ ഇഷ്ടമാണ്. അപ്പൊ ഭഗവത് ലീലകൾ ഇഷ്ടമായിട്ടുള്ള ഒരു വ്യക്തി, ഭഗവാന്റെ കാര്യങ്ങൾ കേൾക്കുന്നതും പറയുന്നതും എല്ലാം ഇഷ്ടമായിട്ടുള്ള വ്യക്തിയായിരുന്നു പരീക്ഷിത്. അദ്ദേഹത്തെ തിരിച്ച് ഇവിടെ നിർത്തിയാൽ പോരാ, തിരിച്ചു കൊണ്ടുവന്നെങ്കിൽ മാത്രമേ കാലത്തിൻ്റെതായ ലീലകൾ, കാലത്തിൻ്റെതായ കാര്യങ്ങൾ നടത്തിക്കൊണ്ടു പോകാൻ കഴിയുകയുള്ളൂ. ഇവിടെ കാലമുണ്ട്, പക്ഷേ ആത്മീയ ലോകത്ത് കാലത്തിന്റെ പ്രസക്തിയില്ല. അപ്പൊ ഈ കാലത്തിന്റെ പ്രസക്തിയെ നടത്തിക്കൊണ്ടു പോകാനായിട്ട്, അവിടെ ഒരു തെറ്റ് വരുത്താൻ ഇരിക്കാനായിട്ട് ഭഗവാൻ പ്രവർത്തിക്കുന്നതാണ് നമ്മൾ
കണ്ടത്. ഭഗവാന്റെ ചിന്തയാണ്. ഭഗവാൻ അപ്പോൾ എത്രമാത്രം ഓരോ കാര്യങ്ങളെയും ഭഗവാൻ വളരെ ചിന്തയോടുകൂടി വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ്. നമുക്ക് തോന്നും ഭഗവാൻ ഇല്ല, ഭഗവാൻ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയും. പക്ഷേ നോക്കൂ, ഇവിടെ ആ കാലഘട്ടത്തെ അതിൻ്റെതായ പ്രത്യേകതയിലേക്ക് തിരിച്ചു വിടാനായിട്ട് സ്വന്തം ഭക്തനെ തൻ്റെ അടുത്തേക്ക് തന്നെ മാറോടണയ്ക്കാനായിട്ട് ഭഗവാൻ ഇച്ഛിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. അതാണ് ഇതിനകത്ത് നമ്മൾ കണ്ടത്. അപ്പൊ ഇനി അടുത്തതായിട്ട് ശുകാഗമനത്തിലേക്ക് നമ്മൾ പോവുകയാണ്. അധ്യായം 19 ശുകാഗമനം. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശുകാഗമനം ശ്ലോകം 1. ഹരേ കൃഷ്ണ. ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? ആരും ഒന്നും മിണ്ടുന്നില്ല. 18-ാം അധ്യായം തീർന്നു. ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം. ഹരേ കൃഷ്ണ. നമ്മൾ ഒരു ചാപ്റ്റർ തീർന്നിരിക്കുകയാണ്, അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? ആരും ഒന്നും. ഹരേ കൃഷ്ണ പറയും മാതാജി എന്തെങ്കിലും. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. മാതാജി പറഞ്ഞതുപോലെ ഈ 18-ാം അധ്യായത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്ന ഒരു വിവേകിയായ, അല്ലെങ്കിൽ എല്ലാം തികഞ്ഞ ഒരു രാജാവിന് പോലും ഇങ്ങനെ കലിബാധ എന്നുള്ള ഒരു ഇതുണ്ടായതുകൊണ്ട് തെറ്റുപറ്റാം എന്ന് അധ്യായം നമുക്ക് കാണിച്ചു തന്നു. അപ്പോൾ അതിൽ നിന്നാണ് നമുക്ക് ഈ ഭാഗവതം തന്നെ, നമ്മൾക്കും ഈ ഭാഗവതം എന്ന് പറയുന്ന ഇത് നമുക്ക് ലഭ്യമായത്. ഇപ്പം നമ്മൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ ഭാഗവതം ശ്രവിക്കുന്നതും ഈ ശാപം പരീക്ഷിത് മഹാരാജാവിന് ലൗകിക സുഖങ്ങളൊക്കെ വെടിഞ്ഞ് ഇങ്ങനെ ഭാഗവതം കേൾക്കാനും ഗംഗാതീരത്തിരുന്ന് ശുകദേവനിൽ നിന്ന് ഇതൊക്കെ കേൾക്കാനൊക്കെ ഉള്ളൊരു അവസരം ഉണ്ടായി. അതിലൂടെ ഭഗവാന്റെ അടുത്ത്. താങ്ക് യു മാതാജി. ഭാഗവതം വരാനുള്ള കാരണമാണെന്ന് കേൾക്കാനാണ്, നിങ്ങളിൽ നിന്ന് കേൾക്കാനാണ് ഞാൻ ഇരുന്നത്. താങ്ക് യു വെരി മച്ച്. ഹരേ കൃഷ്ണ. അപ്പൊ നമ്മളെ ബ്രഹ്മാവിന്റെ സ്തുതിയിലെ ഒരു കാര്യം നമ്മൾ കേൾക്കുന്നുണ്ട്. അജാനതാം ത്വത് പദവീം അനാമനി ആത്മാനം എന്താണ് ഭാസി വിദഗ്ധ്യമായ സൃഷ്ട്വാ വിവാഹം ജഗതോ വിധാന ഇവത്വമേവോ യേശോന്ത ഇവതൃനേത്ര എന്ന് പറയുന്നുണ്ട്. അതിന്റെ അർത്ഥം, ഭഗവാന്റെ യഥാർത്ഥ അതീന്ദ്രിയ പദവിയെ കുറിച്ച് അറിവില്ലാത്തവര് അങ്ങയുടെ സ്വന്തം അമേശക്തിയാൽ സൃഷ്ടിച്ച ഭൗതിക പ്രപഞ്ചത്തിന്റെ ഭാഗമാണ് ഭഗവാനുമെന്ന് നമ്മൾ കരുതുന്നു. പക്ഷേ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിക്കായി ഭഗവാൻ എന്ത് ചെയ്തിട്ടുണ്ട്? പലതായിട്ട് തിരിഞ്ഞു വന്നിട്ട് കാര്യങ്ങൾ നടത്തിക്കൊണ്ടു പോകാനായി ഓരോരുത്തരെ ഏൽപ്പിച്ചിരിക്കുന്നു. അതാരെയൊക്കെയാണെന്ന് ആർക്ക് പറയാം? ഭഗവാൻ ഇങ്ങനെ ഓരോരുത്തരെ ഓരോന്നിനായിട്ട് ഏൽപ്പിച്ചിരിക്കുന്നു. ആരെയൊക്കെയാണ്? ആദ്യമായിട്ട് ഭഗവാൻ പ്രപഞ്ചത്തിന്റെ ഭരണം നടത്തിക്കൊണ്ട് പോകാനായിട്ട് സൃഷ്ടി കഴിഞ്ഞത് പുരുഷാവതാരം കൊണ്ട് സൃഷ്ടിയെ നടത്തി കഴിഞ്ഞു, അല്ലെ? സൃഷ്ടി നടത്തി കഴിഞ്ഞതിന് ശേഷം അവിടെ നിന്ന് പുരുഷാവതാരങ്ങൾ വരുന്നു, പിന്നെ ബ്രഹ്മാവ് വരുന്നു, സൃഷ്ടി നടത്തുന്നു, അല്ലെ? അങ്ങനെ നടക്കുമ്പോൾ ആ സൃഷ്ടി പൂർണ്ണമായിട്ട് വരാൻ ആരെയാണ് ഏൽപ്പിച്ചത്? സൃഷ്ടിക്ക് ബ്രഹ്മാവിനെ. മൂന്നായിട്ട് ഭഗവാൻ തന്നെ തിരിയുന്നു, അല്ലെ? ഭഗവാൻ തന്നെ മൂന്നാകുന്നു. എന്താണ്? സൃഷ്ടി നടത്തി കൊണ്ടുവരാനായിട്ട് ബ്രഹ്മാവും, പിന്നെ സ്ഥിതിക്കായിട്ട് ആരെയാണ് നോക്കി നടത്താനായിട്ട് ഭഗവാൻ തന്നെ. വേറൊരാൾക്കും അത് സാധ്യമല്ല. അതാണ് അവിടെ നമ്മൾ കാണേണ്ടത്. വേറെ ഒന്നായിട്ട് ഭഗവാൻ പിരിഞ്ഞാൽ പോലും അവിടെയും എന്തുണ്ടാകും? സാധ്യവും ലക്ഷ്യവും ഒക്കെ മാറിപ്പോകും. അപ്പൊ സാധ്യവും ലക്ഷ്യവും ഒക്കെ എന്തായിരിക്കണം? അപ്പൊ ആ ഒരു രീതിയിലേക്ക് അതിനെ നേരിട്ട് നടത്തിക്കൊണ്ടു പോകാൻ, ഒരു കുറ്റമറ്റതായി നടത്തിക്കൊണ്ടു പോകണമെന്നുണ്ടെങ്കിൽ അതിന് സ്ഥിതിക്ക് ഭഗവാൻ തന്നെ വേണമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഭഗവാൻ തന്നെ അതിനായിട്ട് നിൽക്കുകയും, ഇനി ഈ സൃഷ്ടിച്ചു വെക്കുന്നതെല്ലാം ഇവിടെ നിന്നു പോയാലോ എന്നോർത്തിട്ട് അതിനെ തിരിച്ചെടുക്കാനായിട്ട് ആരാണ്? മഹാദേവനായിട്ട് വരുന്നുണ്ട്. മുക്കണ്ണനായിട്ട് ഭഗവാൻ വരുന്നു. ത്രിനേത്ര എന്നാണ് പറഞ്ഞിരിക്കുന്നത് ബ്രഹ്മാവ്. അപ്പൊ ഞാനായിട്ട് സൃഷ്ടി നടത്താനും അങ്ങ് തന്നെ അങ്ങയുടെ ഗുണത്താൽ, അങ്ങയുടെ ആ ഒരു കാരുണ്യത്താൽ സ്ഥിതി നടത്താനും അതുപോലെ തിരിച്ചു വിളിക്കാനായിട്ട് മുക്കണ്ണനെയും ഏൽപ്പിച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ആ ഒരു ഭൗതികാസ്തിത്വത്തിലേക്ക് വലിച്ചെറിഞ്ഞിട്ടേക്കാതെ
എന്ത് ചെയ്യണം? തിരിച്ചു കൊണ്ടുപോകാനുള്ള ചുമതല കൂടി ആർക്കുണ്ട്? ഭഗവാനുണ്ട് എന്ന് നമ്മൾ അവിടെ കാണുകയാണ് ചെയ്യുന്നത്. ഹരേ കൃഷ്ണ. അപ്പൊ നമുക്ക് എന്താണ് പരീക്ഷിത് മഹാരാജാവിന്റെ ആ രീതിയിൽ പേരിൽ നമുക്ക് ഭാഗവതം കിട്ടുന്നതിന് ഇടയാകുന്നു എന്ന് നമ്മൾ കണ്ടു. ഹരേ കൃഷ്ണ. ഇനി അതുകൊണ്ട് നമുക്ക് ശുകാഗമനം നോക്കാം. ശ്ലോകം 1. സൂത ഉവാച മഹീപതിസ്ത്വത തത്കർമ്മഗർഹ്യം വിചിന്തയന്നാത്മകൃതം സുദുർമന അഹോ മയാ നീചമനാര്യവത്കൃതം നിരാഗസി ബ്രഹ്മണി ഗൂഢതേജസി. മഹീപതിസ്ത്വത തത്കർമ്മഗർഹ്യം വിചിന്തയന്നാത്മകൃതം സുദുർമന അഹോ മയാ നീചമനാര്യവത്കൃതം നിരാഗസി ബ്രഹ്മണി ഗൂഢതേജസി. സൂത ഉവാച. മഹീപതി എല്ലാവർക്കും അറിയാം, മലയാളത്തിലുള്ളതാണ് രാജാവ്. മഹീപതി സ്ത്വഥ എന്ന് പറയുന്നത് സാ വന്നിരിക്കുന്ന അവിടെ വിസർഗം, ത്വഥ എന്ന് പറഞ്ഞിരിക്കുന്നത് തു പ്ലസ് അഥ, അതാണ് ത്വഥ. മഹീപതി സ്ത്വത, മഹീപതി പ്ലസ് തു പ്ലസ് അഥ, അങ്ങനെയാണ് ഇവിടെ പിരിക്കുക. തത്കർമ്മഗർഹ്യം, തത്കർമ്മ ആ പ്രവൃത്തി, ഗർഹ്യം ഗണിക്കേണ്ടതാണ്, ഗർഹ്യം ഗർഹണീയമായിട്ടുള്ളതാണ്, അത് മനസ്സിലാക്കേണ്ടതാണ്. പിന്നെയോ വിചിന്തയൻ നാമകൃതം സുദുർമന, വിചിന്തയാൻ ഔവണ്ണം ചിന്തിച്ച്, ആ രീതിയിൽ ചിന്തിച്ചുകൊണ്ട് സുദുർമന അപ്പൊ നല്ലതായിട്ട് അങ്ങനെ ചിന്തിച്ചുകൊണ്ട് ആത്മകൃതം സ്വന്തമായി ചെയ്യപ്പെട്ട എന്നുള്ള അർത്ഥമാണ് ആത്മകൃതം. സുദുർമന വളരെ വിഷണ്ണനായി, ഞാൻ ഇപ്രകാരം ചെയ്യപ്പെട്ടല്ലോ എന്നോർത്ത് വളരെ വിഷണ്ണനായി. ആത്മകൃതം സുദുർമന അഹോ മയാ നീചമനാര്യവത്കൃതം, അഹോ അയ്യോ കഷ്ടം എന്നോർത്തിട്ട് മയാ എന്നാൽ ചെയ്തപ്പെട്ട, നീചവും നീചം, അനാര്യം അനാര്യമായിട്ടുള്ളതും വത്കൃതമായിട്ടുള്ളതും. അനാര്യം എന്ന് പറയുമ്പോൾ സംസ്കാരമില്ലാത്തത്. നമ്മളെ ആര്യന്മാരെയാണ് ഭഗവത്ഗീതയിൽ നമ്മൾ 2nd ചാപ്റ്ററിൽ പഠിച്ചു അല്ലെ, ആര്യനും അനാര്യനും തമ്മിലുള്ള വ്യത്യാസം. ആര്യൻ എന്താണ് സംസ്കാരമുള്ളവൻ, അനാര്യൻ സംസ്കാരശൂന്യൻ. സംസ്കാരശൂന്യനായിട്ടുള്ള വത്കൃതം എന്ന് വെച്ചാൽ വധ പ്ലസ് കൃതം എന്ന് വെച്ചാൽ കൃതം ചെയ്തു, അതുപോലെ ചെയ്തു എന്നുള്ള അർത്ഥമാണ് വത്കൃതം. നിരാഗസി നിരപരാധിയായ, ബ്രഹ്മണി ബ്രാഹ്മണനോട്, ഗുണം എന്ന് വെച്ചാൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഗൗരവത്തിൽ എന്നുള്ളതാണ്. തേജസ്വി, അപ്പൊ അദ്ദേഹം അവിടെ തേജസ്വിയായി വളരെ ഗൗരവത്തിലിരുന്ന ആ നിരപരാധിയായ ബ്രാഹ്മണനോട് ചെയ്ത ആ ദുഷ്കൃതം, അല്ലെങ്കിൽ സംസ്കാരശൂന്യമായി നമുക്ക് തോന്നാവുന്ന ദുഷ്കൃതം ഇവിടെ ചെയ്തു എന്നുള്ളതാണ് ഓരോ വാക്കിന്റെയും അർത്ഥം പറയുന്നത്. അപ്പൊ അവിടെ നമുക്ക് വിവർത്തനം നോക്കാം. സോറി, ശ്ലോകം വായിക്കും. ശ്ലോകം. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. സൂത ഉവാച മഹീപതിസ്ത്വത തത്കർമ്മഗർഹ്യം വിചിന്തയന്നാത്മകൃതം സുദുർമന അഹോ മയാ നീചനമനാര്യവത്കൃതം നിരാഗസി ബ്രഹ്മണി ഗൂഢതേജസി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നമോ ഭഗവതേ വാസുദേവായ. സൂത ഉവാച മഹീപതിസ്ത്വതത്കർമ്മഗർഹ്യം ചിന്തയാത്മാകൃത സുദർമന അഹോ മയാ നീചമനാര്യവത്കൃതം നിശാഗന്ധി ബ്രഹ്മണി ഗൂഢതേജസ്വി. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ മാതാജി. സൂത ഉവാച മഹിപതിസ്ത്വത്തത്കർമ്മ ഗർഹ്യം വിചിന്തയന്നാത്മകൃതം സുദുർമനഃ അഹോ മയാ നീച അനാര്യവത്കൃതം നിരാഗസി ബ്രഹ്മണി ഗൂഢതേജസി. ഹരേ കൃഷ്ണ മാതാജി. കൃഷ്ണ. മഹീപതി സ്ത്വഥ എന്നാണ് മാതാജി. മഹീപതി സ്ത്വഥ തത്കർമ്മഗർഹ്യം, അങ്ങനെ എടുക്കണേ. ഹരേ കൃഷ്ണ. അപ്പൊ നമ്മളെ ഇവിടെ ഈ ഒരു അധ്യായത്തില് നമ്മൾ കാണുന്നത് ആദ്യത്തെ 1 തൊട്ട് 3-ാമത്തെ ശ്ലോകം നമ്മളെ അദ്ദേഹം പരീക്ഷിത് മഹാരാജ് താൻ ചെയ്ത പ്രവർത്തികളെ കുറിച്ച് ചിന്തിക്കുന്നതായിട്ടാണ് നമ്മളിവിടെ കാണുന്നത്. ആ ഒരു ചിന്ത എന്തൊക്കെയാണ് എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ഇതിന്റെ വിവർത്തനത്തിലേക്ക് കടക്കാം. അതിനു മുമ്പായിട്ട്
അദ്ദേഹം ശ്രീഗുരോഹോ ശ്രീയുതപദകമലം ശ്രീഗുരുൻ വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗ്രജാതം സഹഗണരഘുനാഥാനിതം തം സജീവം സദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണ ചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഹഗണലളിതാ ശ്രീവിശാഖാന്വിതം ഹേ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധോ ജഗൽപദേ ഗോപേശ ഗോപികാകാന്ത രാധാകാന്ത നമസ്തുതേ തപ്തകാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി പഞ്ചാകൽപതരൂപേശ്ച കൃപാസിന്ധുഭ്യോ പ്രജാപതീനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ ഹരേ. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്യാണ്? താൻ ചെയ്തു പോയ പ്രവൃത്തികളെ കുറിച്ച് ചിന്തിക്കുന്നതാണ്. തന്റെ പ്രവൃത്തി ഓർത്ത് മഹാരാജാവ് വളരെ ഡിസ്ട്രസ്ഡ് ആയിട്ട് ചെയ്തു പോയ പ്രവൃത്തിയെ കുറിച്ച് ചിന്തിക്കുന്നത് നമ്മളെ 1, 2, 3 ശ്ലോകങ്ങളിൽ കാണും. ഇനി 4 തൊട്ട് 7 വരെയുള്ള ശ്ലോകങ്ങളിൽ നമ്മൾ ഈ ചാപ്റ്ററിൽ കാണാൻ പോകുന്നത് പരീക്ഷിത് ശാപം അങ്ങ് സ്വീകരിക്കുന്നതാണ്. ആ ശാപം സ്വീകരിച്ചുകൊണ്ട് തനിക്ക് വേണമെങ്കിൽ തിരിച്ച് ശപിക്കുകയോ പോയി മാപ്പ് ചോദിക്കുകയോ എന്തെങ്കിലും ചെയ്യാമായിരുന്നു. ഒന്നും ചെയ്യാതെ തനിക്ക് കിട്ടിയ ശാപത്തെ അതുപോലെ സ്വീകരിക്കുന്നത് നമ്മൾ കാണുന്നു. അപ്പൊ അത് സ്വീകരിച്ചിട്ട് അദ്ദേഹം എന്ത് ചെയ്യുന്നതായി കാണാം നമുക്ക്. ഗംഗയുടെ തീരത്തിരുന്നിട്ട് അദ്ദേഹം കൃഷ്ണനിൽ മനസ്സിനെ ഉറപ്പിക്കുന്നു. അപ്പൊ നമ്മളെ ഓരോ മിനിറ്റും നമ്മളിപ്പോ ഈ ഒരു മാസം നമ്മൾ ഓരോ മിനിറ്റും കഴിയുന്ന അത്ര നമ്മുടെ മനസ്സിനെ കൃഷ്ണനിലേക്ക് ഉറപ്പിക്കാനായിട്ട് പരിശ്രമിക്കണം. അതുപോലെ ഇവിടെ ഗംഗാതീരത്തിരുന്നു കൊണ്ട് കൃഷ്ണനിൽ മനസ്സുറപ്പിക്കുക എങ്ങനെ എന്നുള്ളത് ഭഗവാനിലേക്കുള്ള ചിന്തയെ കൊണ്ടുപോകുക. ഇനി പിന്നെ 7 കഴിഞ്ഞിട്ട് നമുക്കറിയാം 8 തൊട്ട് 11 വരെയുള്ള അധ്യായങ്ങളിൽ ശ്ലോകങ്ങളിൽ നമ്മൾ കാണുന്നത് അവിടെ അദ്ദേഹം അവിടെ ഇരുന്ന് മനസ്സിനെ ഭഗവാനിലേക്ക് ഉറപ്പിക്കാൻ ശ്രമിക്കുന്നു. ആ ടൈമിൽ തന്നെ അവിടെ ഒരുപാട് മഹർഷിമാര് വന്നെത്തുന്നു, ദേവന്മാര് വന്നെത്തുന്നു, രാജാക്കന്മാര് വന്നെത്തുന്നു. അങ്ങനെ മഹാരാജാവിന്റെ പ്രാധാന്യം നമ്മൾ അവിടെ കാണുന്നു. എത്രമാത്രം മഹാനായിരുന്നു പരീക്ഷിത് മഹാരാജാവ് എന്നുള്ളത്. ഇവരുടെ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള രാജാക്കന്മാരും അതുപോലെ ദേവതമാരൊക്കെ വരിക എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമുള്ള കാര്യമല്ല. പക്ഷേ മഹാരാജാവിന് അത്രയധികം പ്രാധാന്യമുള്ളത് കൊണ്ട് മഹർഷിമാരും രാജാക്കന്മാരും എല്ലാവരും അവിടെ എത്തിച്ചേരുന്നതായിട്ട് നമ്മൾ കാണും. പിന്നെ 12ാമത്തെ ശ്ലോകം വളരെ പ്രധാനമാണ്. മരണം വരെ ഉപവാസം എന്ന് അദ്ദേഹം തീരുമാനമെടുത്തിട്ട് അദ്ദേഹം എന്ത് ചെയ്യുന്നു? മറ്റുള്ളവരെ അത് അറിയിക്കുന്നു. അപ്പൊ ഒരു എന്താണ് ഒരു സ്റ്റേജ് തന്നെ എല്ലാവരും വന്ന് അവിടെ ഇരിക്കുന്നു. ഓരോരുത്തർ വരുന്നവരാരും പിടിച്ചിരുത്തിയോ എന്ന് ഇരിക്കാൻ പറയുക ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. എല്ലാവരും വന്നിട്ട് അവിടെ ഇരിക്കുന്നു. അങ്ങനെ മരണം വരെ ഉപവസിക്കാനുള്ള ഒരു തീരുമാനം മഹാരാജാവ് എടുക്കുന്നതായി കാണാം. ഇനി 13 തൊട്ട് 16 വരെയുള്ള ശ്ലോകങ്ങളിൽ നമ്മളെ എല്ലാവരെയും അദ്ദേഹം എന്ത് ചെയ്യുന്നു? കൈകൂപ്പി സ്വീകരിക്കുന്നു. എല്ലാവരെയും കൈകൂപ്പി സ്വീകരിക്കുന്നു. തന്നെ സ്വയം അവരിലേക്ക് സമർപ്പിക്കുന്നു. കാരണം ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത്? എനിക്കിങ്ങനെയാണ് സംഭവം, ഇതാണ് അറിഞ്ഞുകൊണ്ടാണ് എല്ലാവരും എത്തിയിരിക്കുന്നതും. അപ്പൊ ഞാൻ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് നിങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു, ഞാൻ നിങ്ങളിലേക്ക് സമർപ്പിക്കുന്നു എന്ന് പറയുന്നു. അപ്പൊ സേജസ് എല്ലാം അത് കേൾക്കുന്നു, മുനിമാരെല്ലാം അത് കേൾക്കുന്നു. പിന്നീട് ദേവന്മാര് വന്നിട്ട് പരീക്ഷിത്തിനെ കുറിച്ച് പുകഴ്ത്തുന്നത് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ മുനിമാരെ പരീക്ഷിത്തിനെ അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന്റെ പ്രവൃത്തികളെയും അദ്ദേഹം ചെയ്തിരുന്ന കാര്യങ്ങളെയും കുറിച്ച് മുനിമാര് പറയുന്നതായിട്ട് നമുക്ക് കാണാം. പിന്നെ അവസാനമാണ് ഇവിടെ ശുഖാഗമനം എന്ന് പറയുന്നത്, ശുഖദേവൻ എത്തിച്ചേരുന്നത്. അപ്പൊ ശുഖദേവനെ കുറിച്ച് നമുക്കെല്ലാം അറിയാം. അങ്ങനെ പരീക്ഷിത്ത് ശുഖദേവൻ എത്തിയപ്പോഴത്തേക്ക് ശുഖദേവനെ ഗ്ലോറിഫൈ ചെയ്യുന്നതായിട്ടും നമുക്ക് കാണാൻ ഇവിടെ. അപ്പൊ ആ ഒരു ശുഖദേവൻ സ്വന്തം അച്ഛനായ മഹാഭാഗവതവും അതുപോലെ എല്ലാ ഉപനിഷത്തുകളും വേദങ്ങളും എല്ലാം എഴുതിയ ആരുണ്ട് അവിടെ ഇപ്പോണ്ട്? ആരാണ് അതെല്ലാം എഴുതിയത്? വേദങ്ങളും ഉപനിഷത്തുകളും പുരാണങ്ങളും ഭാഗവതവും എല്ലാം എഴുതിയത് ആരാണ്? എല്ലാത്തിന്റെയും അദ്ദേഹം നേരത്തെ അവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മകനാണ് ഇപ്പൊ കയറി വന്നത്. പക്ഷേ എന്തുകൊണ്ടോ അദ്ദേഹത്തെ എല്ലാവരും ഗ്ലോറിഫൈ ചെയ്യുന്നതായിട്ടും നമുക്ക് കാണാം. അപ്പം അദ്ദേഹത്തിൽ കൂടി അവിടെ എന്താണ്? കൃഷ്ണനെ ഓർക്കാനുള്ള മാർഗം, ഭഗവാനെ ഓർക്കാനുള്ള മാർഗം എങ്ങനെ? കേന പ്രകാരേണ, ഏത് വിധത്തിലായാലും ശരി കൃഷ്ണനെ ഓർക്കാനുള്ള മാർഗം അവിടെ സംജാതമാക്കുന്നു എന്ന് നമ്മൾ കാണുക. അപ്പൊ അവിടെ നമ്മൾ എപ്പോഴും പറയും ഓൾവേസ് റിമെമ്പർ കൃഷ്ണ, നെവർ ഫർഗറ്റ് കൃഷ്ണ. എന്തെല്ലാം സാഹചര്യങ്ങൾ ഉണ്ടായാലും, ഇത് ഗംഗയുടെ തീരമാണ്. ഇവിടെ ഒരു എന്തുണ്ടായിരിക്കുന്നു? ഒരു ശാപമാണ് കിട്ടിയിരിക്കുന്നത്.
ജീവിച്ചിരിക്കുന്നിടത്ത കാലം വെള്ളം പോലും കുടിക്കാതെ ഒന്നും കഴിക്കാതിരിക്കാനുള്ള രാജാവിന്റെ പ്രതിജ്ഞ നമ്മൾ കണ്ടു. ഇതെല്ലാം കണ്ടിട്ട് അപ്പൊ ഇവിടെ എന്താണ്, കൃഷ്ണനെ ഓർക്കുക, അതാണ് അവരെടുത്ത മാർഗം. അവിടെ ഏന കേന പ്രകാരേണ, ഏത് വിധത്തിലായാലും ഭഗവാനെ ഓർത്താൽ മതി എന്നുള്ളത് അവരവിടെ തീരുമാനമെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ബദ്ധാത്മാക്കളായിട്ടുള്ളവർക്ക് മനുഷ്യ ശരീരം അത് കിട്ടാൻ വളരെ പ്രയാസമായിട്ടുള്ളതാണ്, അല്ലെ? മനുഷ്യ ശരീരം കിട്ടുക എന്ന് പറയുന്നത് ഏറ്റവും പ്രയാസമായിട്ടുള്ളതാണ്. അത് കിട്ടിക്കഴിഞ്ഞിട്ട് അതുകൊണ്ട് എന്തെല്ലാം പ്രയോജനം വരുത്താൻ കഴിയുമോ അതെല്ലാം വരുത്താൻ നമ്മൾ ശ്രമിക്കണം. ആ ഒരു ശരീരം കിട്ടാൻ എത്രയോ ദുർലഭമായിട്ടുള്ളതാണ്. ദുർലഭോ മാനുഷോ ലോകേ ദേഹിന, എങ്ങനെയുള്ളതാണ്? ദേഹിന ക്ഷണഭങ്കുരം, എപ്പോ വേണേലും നഷ്ടപ്പെടാം നമുക്കത്. അപ്പൊ ആ ക്ഷണഭങ്കുരമായിട്ടുള്ള ആ കിട്ടിയിരിക്കുന്ന ആ ഒരു ശരീരം അല്ലെങ്കിൽ മനുഷ്യ ജീവിതം, ആ മനുഷ്യ ജീവിതത്തെ അപ്പൊ അതെങ്ങനെയുള്ളതാണ്? തത്രാവി ദുർലഭം മഞ്ഞി, എങ്ങനെയാണ് ദുർലഭമായിട്ടുള്ളതാണ്? ആ സമയത്തെ എന്ത് കിട്ടണം? വൈകുണ്ഠ പ്രിയദർശനം, അല്ലെ? അപ്പൊ ഇവിടെ എന്ത് കിട്ടി? വൈകുണ്ഠ പ്രിയദർശനം കിട്ടി. അതാണ് ഏറ്റവും വലിയ കാര്യമായിട്ടുള്ളത്. ദുർലഭോ മാനുഷേലോ ദേഹിനാം ക്ഷണഭങ്കുരം, ഈ ക്ഷണഭങ്കുരമായിട്ടുള്ള ശരീരങ്ങൾ കിട്ടിയിട്ടുള്ള മനുഷ്യർക്ക് അതിനേക്കാൾ ദുർലഭമായിട്ടുള്ള തത്രാവി ദുർലഭം മഞ്ഞി ആരാണ്? വൈകുണ്ഠ പ്രിയദർശനം. വൈകുണ്ഠന്റെ ഭക്തന്മാർ അവിടെ വന്നെത്തി. അപ്പൊ അതിൽ കൂടുതൽ എന്താണ് വേണ്ടത്? അപ്പം ഏറ്റവും ഈ ഒരു ശരീരം ഉപേക്ഷിക്കാൻ പോകുന്നു, ഇത്ര ദിവസമേ ഉള്ളൂ, അദ്ദേഹത്തിന് ശാപവും കിട്ടിയിരിക്കുന്നു, എല്ലാവർക്കും അറിയാം. ഭഗവാൻ വിളിക്കുന്നു, അങ്ങ് വരൂ എന്റെ മകനെ എന്ന് വിളിക്കുന്നത് പോലെ ഭഗവാൻ ഇതാ പരീക്ഷിത് മഹാരാജാവിനെ വിളിച്ചിരിക്കുന്നു. അപ്പൊ ആ വിളിച്ചിരിക്കുമ്പോ അവിടെ എന്താണ്? ആ ശരീരം കൊണ്ട് ഇനി സാധിക്കാൻ എന്തുണ്ട്? വൈകുണ്ഠന്റെ പ്രിയരായിട്ടുള്ള ആൾക്കാർ എത്തിക്കഴിഞ്ഞു. ആ വൈകുണ്ഠന്റെ പ്രിയന്മാരിൽ നിന്ന് കിട്ടാവുന്നത്രയും വാങ്ങിച്ചു കൊണ്ടുപോവുക, നമുക്ക് കിട്ടാവുന്ന അത്രയും നമ്മുടേതാക്കി സ്വന്തമാക്കുക. ആ ഒരു രീതിയിലേക്ക് അവരുടെ മനസ്സിനെ എത്തിച്ചു മഹാരാജാവ്, അല്ലെ? അല്ലാതെ തന്റെ സമ്പത്തിനെ ഓർത്ത് അദ്ദേഹം കരഞ്ഞോ, അല്ലെങ്കിൽ തന്റെ ഭാര്യമാരെ ഓർത്ത് കരഞ്ഞോ, തന്റെ മക്കളെ ഓർത്തോ, തന്റെ രാജ്യത്തെ ഓർത്തോ, തന്റെ സമ്പത്തിനെ ഓർത്തോ? ഈ ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന സമ്പത്തോടുകൂടിയ രാജാവ് അതിനെക്കുറിച്ച് ഒന്നും ചിന്തിക്കാതെ അതെല്ലാം ഇട്ടെറിഞ്ഞിട്ട് അതെല്ലാം കൊടുത്തിട്ട് മക്കൾക്കായി ഉപേക്ഷിച്ചിട്ട്, വേണ്ട തനിക്ക് പോകാൻ സമയമായി, തനിക്ക് ഇവിടെ ആരിയ്ക്കുന്നു? വൈകുണ്ഠന്റെ പ്രിയപ്പെട്ട ആൾക്കാർ തന്റെ മുന്നിലിരിക്കുന്നു, അവരിൽ നിന്ന് എന്തെനിക്ക് കിട്ടും? അതെല്ലാം എനിക്ക് വാങ്ങണം. ആ രീതിയിലേക്ക് ആരെത്തിച്ചേർന്നു? പരീക്ഷിത് മഹാരാജാവെ എത്തിച്ചേർന്നു. ആ പരീക്ഷിത് മഹാരാജാവിനെയാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പം അദ്ദേഹം എന്താണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്? എപ്പോഴും കൃഷ്ണനെ ഓർക്കുക, ഒരിക്കലും കൃഷ്ണനെ മറക്കരുത് എന്നുള്ളത്. അവിടെ ഏനകേന പ്രകാരേണ കൃഷ്ണനെ നമ്മളിലേക്ക് അടുപ്പിക്കുക, അതാണ് അദ്ദേഹം അവിടെ ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നത്. അപ്പം ശ്രീ സൂത ഗോസ്വാമി ഇവിടെ പറയുകയാണ്, നിരപരാധിയായിട്ടുള്ളതും മഹാതേജസ്വിയുമായ ബ്രാഹ്മണനോട് താൻ ചെയ്ത പ്രവൃത്തി അത്യന്തം നീചവും സംസ്കാരശൂന്യവും ഗർഹണീയമായി പോയെന്ന് കൊട്ടാരത്തിലേക്ക് മടങ്ങവേ പരീക്ഷിത് മഹാരാജാവിന് ബോധ്യപ്പെട്ടു. തൽഫലമായി അദ്ദേഹം അത്യധികം വിഷണ്ണനായി തീരുകയും ചെയ്തു പോയ തെറ്റിനെ ഒരു നിമിഷം കൊണ്ട് അദ്ദേഹത്തിന് ചെയ്യേണ്ടി വന്ന തെറ്റ്, ഭഗവാന്റെ ഇച്ഛയാൽ താൻ ചെയ്യേണ്ടി വന്ന തെറ്റാണത്. അത് പക്ഷെ അദ്ദേഹം പറയുന്നില്ല. അദ്ദേഹം പറഞ്ഞു താൻ ചെയ്തു പോയ തെറ്റ്, താൻ ചെയ്തത് അതിനീചമായിട്ടുള്ള കാര്യമാണ്, സംസ്കാര ആര്യന്മാർക്ക് ചേർന്നതല്ല, സംസ്കാര ശൂന്യമായിട്ടുള്ളതാണ്. അതെ, അങ്ങനെ ഒക്കെ ചെയ്തു പോയല്ലോ എന്നോർത്ത് അത് എടുത്തു പറയേണ്ടതാണ്, ഗർഹണീയമായിട്ടുള്ളതാണ്. അങ്ങനെയുള്ള ആ തെറ്റിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ട് അത് മഹാരാജാവ് തിരിച്ചു കൊട്ടാരത്തിലേക്ക് എത്തുകയും അദ്ദേഹം വിഷണ്ണനായി തീരുകയും ചെയ്യുന്നതായിട്ട് നമ്മൾ ഈ ശ്ലോകത്തിൽ പറയുന്നു. അപ്പം അദ്ദേഹം അതിനെക്കുറിച്ച് ഭാവാർത്ഥത്തിൽ ശ്രീലപ്രഭുപാദർ പറയുന്നത് എന്താണ്? നിരപരാധിയും മഹാതേജസ്വിയുമായ ബ്രാഹ്മണനോട് അനുചിതമായി പെരുമാറിയതിൽ മഹാരാജാവ് പരീക്ഷിത് വളരെ പരിക്ഷീണനായി, ദുഃഖിതനായി, പശ്ചാത്താപ വിവശനായി. അങ്ങനെ പരീക്ഷത്തിനെ പോലെയുള്ള സദ്വ്യക്തികൾക്ക് അവിധ മനസ്താപം ഉണ്ടാകുന്നത് തികച്ചും സ്വാഭാവികമാണെന്നും പാപഫലങ്ങളിൽ നിന്നും വിമുക്തനാകാനുള്ള മാർഗം അവിടെ കണ്ടെത്തേണ്ടിയിരിക്കുന്നു എന്നും. അപ്പം ഭക്തരെങ്ങനെയുള്ളവരാണ്? നിഷ്കളങ്കരായിരിക്കും, നിരപരാധികളുമാണ്. പക്ഷെ തെറ്റ് തങ്ങളിൽ നിന്ന് വന്നു പോയാൽ ആ പാപങ്ങൾ
ആത്മാർത്ഥമായി പശ്ചാത്തപിക്കുന്ന പക്ഷം. പശ്ചാത്താപം പലതരത്തിലുണ്ട്, നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ? പള്ളികളിലൊക്കെ പോയിട്ട് ആഴ്ച തോറും തന്നെ പശ്ചാത്താപം പറയുന്നതായിട്ട്, ചെയ്തു പോയ തെറ്റുകൾ, ഒരാഴ്ച ചെയ്തു പോയ തെറ്റുകളെ ഭഗവാനോട് ഏറ്റു പറയുന്നതായിട്ട് നമ്മൾ കേൾക്കാറുണ്ട് അല്ലേ? അപ്പൊ അങ്ങനെ അതിനായിട്ട് അവിടെ സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. എന്തെങ്കിലും തെറ്റുകൾ ചെയ്തു പോയാൽ നമ്മൾ ചെയ്ത തെറ്റിന് മാപ്പിരക്കുന്നത്. പക്ഷെ പിന്നെയും വന്ന് ആ തെറ്റ് ചെയ്യരുത് എന്നുള്ളതാണ്. അപ്പൊ തെറ്റ് ചെയ്യാം, തെറ്റ് മനുഷ്യന് പറ്റിപ്പോകും. ആ തെറ്റിനെ അപ്പം ഇവിടെ പശ്ചാത്തപിക്കുന്നു. ഇനിയും അങ്ങനെ ഒരു കാര്യം ഉണ്ടാകാതിരിക്കാൻ മഹാരാജാവ് ശ്രദ്ധിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പം മനഃപൂർവ്വമല്ലാതെ ചെയ്തു പോയ എല്ലാ തെറ്റുകളും അഥവാ പാപങ്ങളും പശ്ചാത്താപാഗ്നിയിൽ വെന്ത് വെണ്ണീറാകുന്നു. അപ്പം മനഃപൂർവ്വമല്ലാതായിട്ടുമാണ്. പിന്നെ അതുപോലെ തന്നെ ചെയ്തു പോയ തെറ്റിനെ കുറിച്ച് യഥാർത്ഥമായുള്ള പശ്ചാത്താപമാണ്. ഇനിയും അത് തുടരാതിരിക്കുകയാണെങ്കിൽ തീർച്ചയായും ഭഗവാന് അത് ഏൽക്കും എന്നുള്ളതാണ് നമ്മളിവിടെ കാണുന്നത്. ഹരേ കൃഷ്ണ. ശ്ലോകം 2. ധ്രുവം തതോ മേ കൃതദേവഹേളനാത് ദുരത്യയം വ്യസനം നാതിദീർഘാത് തതസ്തു കാമം ഹി അഖനിഷ്കൃതായ മേ യഥാന കുര്യാം പുനരേവ മത്ഥ. ധ്രുവം തതോ മേ കൃതദേവഹേളനാത്. ധ്രുവം സുനിശ്ചിതമായിട്ടുള്ളത്. ധ്രുവം തതോ മേ, തഥ എന്ന് വെച്ചാൽ അതുകൊണ്ട്, മേ എന്റെ എന്താണ്, മേ കൃതദേവഹേളനാത്. കൃതദേവഹേളനാത് എന്ന് പറഞ്ഞാൽ ഞാൻ ഭഗവാന്റെ ആജ്ഞകളെ നിരാകരിച്ചിരിക്കുന്നു. എന്താണ് ഭഗവാന്റെ ആജ്ഞകളെ നിരാകരിച്ചിരിക്കുന്നു എന്ന് പറയാൻ കാരണം എന്താണ്? ഇവിടെ ഭഗവാൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്? നമ്മളെ എന്നും നമ്മൾ ആഹാരം ഭഗവാന് പ്രസാദത്തിനായിട്ട് കൊണ്ടുവെക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ പറയും നമോ ബ്രഹ്മണ്യ ദേവായ ഗോബ്രാഹ്മണ ഹിതായച്ച, അല്ലേ? അപ്പൊ ആ നമോ ബ്രഹ്മണ്യ ദേവായ ഗോബ്രാഹ്മണ ഹിതായച്ച, ഭഗവാൻ എത്ര പേരിലേക്കാണ് ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത്? ബ്രഹ്മണ്യ ദേവ ഗോ ബ്രാഹ്മണ ഹിതായച്ച. ബ്രാഹ്മണരുടെ നല്ല പ്രാധാന്യമാണ് ബ്രാഹ്മണർക്കും പശുക്കൾക്കും ഒക്കെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ആ ബ്രാഹ്മണരെ, ഭഗവാൻ ഏറ്റവും ഇഷ്ടമുള്ള ബ്രാഹ്മണരെ, അപ്പൊ അത് എന്ത് ചെയ്യുന്നു? ഭഗവാന്റെ ആജ്ഞയാണത്. എപ്പോഴും ഭക്തരായ ബ്രാഹ്മണരെ നമ്മൾ എപ്പോഴും നമ്മളെ അനുസരിക്കണം. അവരെ ഒരിക്കലും നിരാകരിക്കാൻ പാടില്ല. അങ്ങനെയുള്ള ഒരു ബ്രാഹ്മണനെയാണ് ഞാൻ എന്ത് ചെയ്തിരിക്കുന്നത്? അപമാനിച്ചിരിക്കുന്നത് എന്നുള്ളത് അദ്ദേഹത്തിന്റെ മനസ്സിൽ വന്നു. അത് ഭഗവതാജ്ഞകളെ നിരസിക്കുന്നതിന് തുല്യമായി. കൃതദേവഹേളന ദുരത്യയം വ്യസനം ദാതിദീർഘാത്. ദുരത്യയം എന്ന് പറഞ്ഞാൽ വളരെ കഠിനമായിട്ടുള്ള കാര്യമാണ് ഞാൻ ചെയ്തത്. വ്യസനം ദുര്യോഗമാണ് എന്ന് വെച്ചാൽ സങ്കടം ഉണ്ടാക്കുന്നതാണ്, ദുര്യോഗമാണ്. പിന്നെയോ അതിദീർഘാതെ, എന്ന് വെച്ചാൽ ഇല്ല അല്ല എന്നൊക്കെ വരും. അതിദീർഘാത് എന്ന് പറഞ്ഞാൽ ദീർഘമായ, ഏറ്റവും മഹത്തായതും ഏറ്റവും ദീർഘമായിട്ടുള്ളതുമായ കാര്യങ്ങള്. തതസ്തു കാമം, തതേ പ്ലസ് അസ്തു, അതാണ് തതസ്തു. തതസ്തു എന്ന് വെച്ചാൽ അങ്ങനെ തന്നെ വരട്ടെ എന്ന് വെച്ചാൽ എന്താണ്? ഞാൻ തെറ്റ് ചെയ്തു, അപ്പൊ അതിന്റെ ഫലം ഞാൻ അനുഭവിക്കുക തന്നെ വേണം. തതസ്തു കാമം, ഗുപ്തമായ യാതൊരാഗ്രഹങ്ങളും ഇല്ലാതെ, എനിക്ക് എന്റേതായിട്ടുള്ള ഗുപ്തമായ യാതൊരാഗ്രഹങ്ങളും ഇല്ലാതെ, ഹി അഖനിഷ്കൃതായ, ഹി തീർച്ചയായും അഖനിഷ്കൃതായ, പാപങ്ങളിൽ നിന്ന് സ്വതന്ത്രമാകാനായി, ഞാൻ ചെയ്തു പോയ തെറ്റിൽ നിന്ന് സ്വതന്ത്രമാകാനായി. മേ യഥാ ന കുര്യാം പുനരേവ മത്വ. മേ എന്ന് പറഞ്ഞാൽ മേ എന്റെ, യഥാ എന്ന് വെച്ചാൽ അതുകൊണ്ട് ഇപ്രകാരമൊക്കെ ഞാൻ ചെയ്തു പോയത് കൊണ്ട്, ന കുര്യാം ഒരിക്കലും പ്രവർത്തിക്കുകയില്ല, ഒരിക്കലും ഞാൻ ആ രീതിയിൽ ഇനി പ്രവർത്തിക്കുകയില്ല. എന്റെ പുനരേവ മത്ഥ, വീണ്ടും ഞാൻ ചെയ്തതുപോലെ ഇനിയും ഉണ്ടാകാതിരിക്കണം. എനിക്ക് ഞാൻ ചെയ്തു പോയി ഒരു തെറ്റ്, അതെങ്ങനെയോ ചെയ്തു പോയി, പക്ഷെ ഇനിയും അത് ഉണ്ടാകരുത് എന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നതായിട്ടാണ്. ധ്രുവന്തതോ മേ കൃതദേവഹേളനാത് ദുരത്യയം വ്യസനം നാതിദീർഘാത് തതസ്തു കാമം ഹ്യകനിഷ്കൃതായ മേ യഥാന കുര്യാം പുനരേവ മത്ഥ. വായിച്ചോളൂ ശ്ലോകം. ഹരേ കൃഷ്ണ. മാതാജി. ഹരേ കൃഷ്ണ. വായിക്കാത്തവരാരെങ്കിലും വായിക്കും. ഓം നമോ ഭഗവതേ വാസുദേവായ. ധ്രുവം തതോ മേ കൃതദേവഹേളനാത് ദുര്യത്യയം വ്യസനം നാതിദീർഘാത് തതസ്തു കാമം ഹി
അഗ്നിഷ്കൃതായ മേ യഥാ ന കുര്യാം പുനരേവമഥാ. ഹരേ കൃഷ്ണ. മദതി തതസ്തു കാമം. ഒന്നുകിൽ ഹ്യകനിഷ്കൃതായ എന്ന് പറയണം, ഹ്യകനിഷ്കൃതായ, അല്ലെങ്കിൽ ഹി അഘനിഷ്കൃതായ എന്ന് പറയണം. ഈ തതസ്തു അഘനിഷ്കൃതായ മേ ഹ്യകനിഷ്കൃതായ. തതസ്തു കാമം ഹി അഗ്നിഷ്കൃതായ മേ യഥാ ന കുര്യാം പുനരേവമഥാ. ഹരേ കൃഷ്ണ. താങ്ക് യു. ഹരേ കൃഷ്ണ. വേറെ ആരെങ്കിലും വായിക്കണോ? ഹരേ കൃഷ്ണ മാതാജി. ഹരേ ധ്രുവം കൃഷ്ണ. തതോ മേ കൃതാത് ദേവഹേളനാത് ദുരത്യയം വ്യാസനം നാതിദീർഘാത്. തദസ്തു കാമം ഹി അഘനിഷ്കൃതായ മേ യഥാ ന കാര്യം കൂര്യം പുനരേവം മദാ. യഥാ ന കുര്യാം, യഥാ ന കുര്യാം, ഞാൻ പ്രവർത്തിക്കുകയില്ല. യഥാ ന കുര്യാം പുനരേവം അത്ഥ, അത്ഥ എന്നാണ് നേരിട്ട്. പുനരേവം വീണ്ടും ഞാൻ ചെയ്തതുപോലെ നേരിട്ട് പ്രവർത്തിക്കില്ല. പുനരേവം അത്ഥ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പറഞ്ഞോളൂ. ഹരേ കൃഷ്ണ. യഥാ ന കുര്യാം പുനരേവം അഥാ. ഹരേ കൃഷ്ണ. വിവർത്തനം. പരീക്ഷ ട്രാൻസ്ലേഷൻ പർപ്പസ് ബൈ ശ്രീ ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദി കി ജയ്, ഗുരുദേവ് കി ജയ്. പരീക്ഷത് മഹാരാജാവ് ഇപ്രകാരം വിചാരിച്ചു: പരമപുരുഷനായ ഭഗവാന്റെ നിരോധനങ്ങൾ അവഗണിച്ചതിനാൽ സമീപഭാവിയിൽ എനിക്ക് ചില പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വരുമെന്ന് ഞാൻ തീർച്ചയായും പ്രതീക്ഷിക്കണം. ആ ദുര്യോഗങ്ങളൊക്കെയും ഒട്ടും താമസിക്കാതെ ഇപ്പോൾ തന്നെ വന്നു ഭവിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ എനിക്ക് ആ പാപപ്രവൃത്തിയിൽ നിന്നും സ്വതന്ത്രനാകാനും ഭാവിയിൽ അത്തരം പാപങ്ങൾ ചെയ്യാതിരിക്കാനും സാധിച്ചേക്കും. അപ്പം ഇവിടെ പരീക്ഷിത് മഹാരാജാവ് വരുന്ന വഴി തന്നെ എല്ലാ കാര്യങ്ങളെ കുറിച്ചും അദ്ദേഹം വിചിന്തനം ചെയ്തു. ഞാൻ ചെയ്തു പോയ തെറ്റിനെ കുറിച്ച് അപ്പോഴാണ് ഓർക്കുന്നത്. അപ്പൊ ഉള്ളിൽ നിന്ന് പരമാത്മാവ് പറഞ്ഞു കൊടുത്ത എന്താ വെച്ചാൽ പരമാത്മാവ് കാരണം പറഞ്ഞ് ചെയ്ത തെറ്റാണ് അതെന്ന് അദ്ദേഹത്തിന് ചിന്തിക്കുന്നില്ല ഒരിക്കലും. അതിനെക്കുറിച്ച് അദ്ദേഹം ഭഗവാന്റെ ഇഷ്ടത്തിനനുസരിച്ചാണ് താൻ പ്രവർത്തിച്ചത് എന്ന് അദ്ദേഹം ഒരിക്കലും ചിന്തിക്കാതെ താൻ ചെയ്ത തെറ്റുകളെ കുറിച്ച് അദ്ദേഹം ബോധവാനാകുന്നു എന്നാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പം പരമവിഷ്ണായ ഭഗവാന്റെ നിരോധനങ്ങൾ ഞാൻ അവഗണിച്ചിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്താണ് അവഗണിച്ചത് അദ്ദേഹം? ഭഗവാൻ പരമവിഷ്ണായ ഭഗവാന്റെ നിരോധനങ്ങൾ, ഇന്നതരുതേ എന്ന് പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം എന്താണോ ഭഗവാൻ നമുക്ക് തന്നിട്ടുള്ള ഉപദേശങ്ങൾ എല്ലാം ഓരോ ലൈനിലും ഓരോ രീതിയിലും ബ്രാഹ്മണരെ കുറിച്ച് വളരെയധികം പുകഴ്ത്തി. ബ്രാഹ്മണരെ എത്രമാത്രം സ്നേഹിക്കാമോ. അപ്പം ബ്രാഹ്മണരാരാണ് എന്നുള്ളതൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചു അല്ലെ? എന്തൊക്കെയാണ് ബ്രാഹ്മണന്റെ ക്വാളിറ്റീസ്? ആർക്ക് പറയാം? നമ്മൾ പറഞ്ഞതാണ് ഒരുപാട് പ്രാവശ്യം. ആരെങ്കിലും ഒന്ന് പറയൂ, ബ്രാഹ്മണന്റെ ക്വാളിറ്റീസ് എന്തൊക്കെയാണ്? ആരും എന്താ ബ്രാഹ്മണ ക്വാളിറ്റീസ് എന്തൊക്കെയുണ്ട്? ആയിരിക്കണം. പിന്നെ വേദമന്ത്രങ്ങൾ പഠിച്ചിരിക്കണം. പിന്നെ പ്രധാനമായിട്ട് ഞാൻ 6 കാര്യം പറഞ്ഞു. എന്തൊക്കെയാണ്? പഠനം, പാഠനം, യജനം, യാചനം, പ്രതിഗ്രഹം, ദാനം. അല്ലെ? ഇത്രയും കാര്യങ്ങള് ഒരു ബ്രാഹ്മണന്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കും. ബ്രാഹ്മണൻ എന്ത് ചെയ്യണം? പഠനം, കാര്യങ്ങള്, എല്ലാ കാര്യങ്ങളും, വേദങ്ങളും ഉപനിഷത്തുകളും വേറെ ആരും അല്ല പഠിക്കണ്ടേ, അവര് പഠിച്ചിട്ട് നമുക്ക് പറഞ്ഞു തരണം. അങ്ങനെയാണ് സമൂഹത്തില്. അപ്പൊ പഠനത്തിന് പ്രാധാന്യം കൊടുക്കണം. വേദ സാഹിത്യങ്ങളിൽ ജ്ഞാനമുള്ളവരായിരിക്കണം ബ്രാഹ്മണര്. പിന്നെയോ ആ പഠിച്ച വസ്തുക്കൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ സ്വന്തമായിട്ട് അങ്ങ് വെച്ചേക്കാനല്ല, അതിനെ എന്ത് ചെയ്യണം? നമ്മളെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം. വേദശാസ്ത്രം മറ്റുള്ളവർക്ക് കൂടി എന്തൊക്കെ ഇന്ന് നമ്മൾ സമൂഹത്തിൽ ഇന്നത് ചെയ്യരുതേ, ഇന്നത് ചെയ്യണമെന്നൊക്കെ നമ്മുടെ അച്ഛനും അമ്മയും ഒക്കെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മൾ സ്കൂളിൽ പോകുമ്പോൾ ടീച്ചേഴ്സ് പറഞ്ഞു തരുന്നുണ്ട്, അല്ലെങ്കിൽ കൂട്ടുകാർ വഴി കിട്ടുന്നുണ്ട് ഇല്ലേ? നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചിലപ്പോൾ തെറ്റായിരിക്കും, ചിലപ്പോൾ ശരിയായിരിക്കും. കാരണം അവർക്കറിയാവുന്നതേ അവർക്ക് പറഞ്ഞു തരാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഈ പറഞ്ഞു തരുന്നതൊക്കെയും എങ്ങനെ വന്നതാണ്? നമ്മുടെ വേദശാസ്ത്രങ്ങളുടെ മുക്കും മൂലയും മുറിയും ഒക്കെ ഓരോരുത്തർ പറഞ്ഞിട്ട് സമൂഹത്തിൽ കിടക്കുന്നതാണ്. അങ്ങനെയാണ് ഈ സമൂഹത്തിൽ നിന്ന് നമ്മൾ അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, മറ്റേത് ചെയ്യരുത് എന്നൊക്കെ പറയുന്നത് ഇങ്ങനെ കിട്ടുന്നതാണ്.
അപ്പൊ അത് ചിലപ്പം കേട്ട് അത് തെറ്റായിട്ട് വരാം, ചിലപ്പോൾ ശരിയുമാകാം, അങ്ങനെയൊക്കെ ഉണ്ട് അവിടെ. അപ്പൊ അതുകൊണ്ട് വേദശാസ്ത്രങ്ങളുടെ പഠനം അവർക്ക് പ്രാധാന്യമാണ്. പാഠനം ചെയ്യണം, അത് മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കണം. യജനം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു കൊടുക്കണം. നമ്മളൊരു പൂജാമുറിയിൽ ഒരു വിഗ്രഹം വെച്ചിരിക്കുന്നു, എങ്ങനെ നമ്മൾ നോക്കണം, അതിനെ ഏത് രീതിയിൽ നമ്മളെ എല്ലാം അർപ്പിക്കുന്നത് എങ്ങനെയായിരിക്കണം, അപ്പൊ വിഗ്രഹപൂജയിലും വൈദികാചാര ചടങ്ങുകളൊക്കെ എങ്ങനെയാണ് നടത്തേണ്ടത്, ഇതൊക്കെ ഇവരാണ് പറഞ്ഞു തരുന്നത്. അതിലൊക്കെ വിദഗ്ധനായിരിക്കണം ബ്രാഹ്മണര്. അതുപോലെ യാചനം, അപ്പം ക്ഷത്രിയ, അതുപോലെ ക്ഷത്രിയർക്കും വൈശ്യർക്കും ശൂദ്രർക്കും ഒക്കെയായിട്ട് അവരുടെ വൈദിക ആചാരങ്ങളെ മനസ്സിലാക്കി കൊടുത്ത് അത് നിർവഹിച്ചു കൊടുക്കേണ്ട ചുമതലയും ആരിലാണ്? ബ്രാഹ്മണനിലാണ്. യാചനം വരുന്നു. പിന്നെ ഒരു ബ്രാഹ്മണൻ തന്റെ അനുയായികളിൽ അവൻ നിന്നും എല്ലാത്തരം എന്ത് ചെയ്യണം, അവര് കൊടുക്കുന്ന അവർക്ക് പറ്റുമാനം, അവർ വേറൊരു ജോലിക്കും അക്കാലത്ത് പോയിരുന്നില്ല. അപ്പൊ അവർക്ക് ദാനം നൽകും. കാരണം ഒരു പൂജയ്ക്ക് ചെയ്താൽ, ഒരു പൂജയ്ക്ക് വേണ്ട ഉപദേശങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ദാനം കൊടുക്കും. ആ ദാനം സ്വീകരിക്കേണ്ടതും അവരുടെ കടമയാണ്. കാരണം നമ്മളിൽ നിന്ന് നമ്മൾ ബ്രാഹ്മണർക്ക് ദാനം ചെയ്താൽ അതിന്റെ, ബ്രാഹ്മണൻ മീൻസ് ഇന്നത്തെ ബ്രാഹ്മണനല്ല, ബ്രഹ്മത്തെ അറിയുന്ന ബ്രാഹ്മണന് നമ്മൾ ദാനം ചെയ്താൽ അതിന് നമുക്ക് ഗുണമുണ്ടെന്ന് വേദങ്ങളിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് ആ ദാനം സ്വീകരിക്കാനുള്ള ചുമതലയും ബ്രാഹ്മണനുണ്ട്. പിന്നെ ദാനം കിട്ടുന്നത് ഒരുപാടായി കിട്ടിക്കഴിഞ്ഞാൽ അത് മറ്റുള്ള പാവങ്ങൾക്ക് ദാനം ചെയ്യേണ്ട പ്രവൃത്തിയും ബ്രാഹ്മണനിൽ അടങ്ങിയിരിക്കുന്നു. അപ്പൊ അങ്ങനെ പഠനപാഠന യജനയാചന പ്രതിഗ്രഹ ദാനം, ഇത്രയും കാര്യങ്ങളിൽ ബ്രാഹ്മണൻ എപ്പോഴും മുഴുകിയിരിക്കണം എന്നുള്ളതാണ്. ഒരു ബ്രാഹ്മണന് എത്രമാത്രം ആദരവ് കൊടുക്കാമോ, എല്ലായിടത്തും ഭാഗവതം നമ്മൾ എടുത്തു നോക്കൂ, എത്രയിടത്താണ് ഭഗവാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എത്രമാത്രം പ്രാധാന്യം കൊടുക്കാമോ അത്രമാത്രം പ്രാധാന്യം കൊടുക്കേണ്ടതാണ് എന്നാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പൊ അതിന് നിന്ന് അദ്ദേഹം എന്ത് ചെയ്തു? ഒട്ടും തന്നെ അതിന് പ്രാധാന്യം കൊടുത്തില്ലല്ലോ എന്നോർത്ത് അദ്ദേഹം വിഷമിക്കുന്നതായിട്ടും കാണുന്നു. അപ്പൊ ഭഗവാനെ കുറിച്ച് പറഞ്ഞു കൊടുക്കണം, വൈദിക ജ്ഞാനം പറഞ്ഞു കൊടുക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയും നടത്തേണ്ട ബ്രാഹ്മണരെ വെച്ചാൽ ആ ബ്രാഹ്മണർക്ക് അത്രയും പ്രാധാന്യം ഭഗവാൻ കൊടുത്തപ്പോൾ ആ ബ്രാഹ്മണരെ അദ്ദേഹം ഉപേക്ഷിച്ചു, അല്ലെങ്കിൽ അവരോട് തെറ്റു ചെയ്തു എന്ന് നമ്മൾ കണ്ടു. അദ്ദേഹം അത് മനസ്സിലാക്കുന്നു. പരമപുരുഷനായ ഭഗവാന്റെ നിരോധനങ്ങൾ അവഗണിക്കുകയും താൻ ആ രീതിയിൽ പെരുമാറാമായിരുന്നോ, ഒരു രാജാവ് അങ്ങനെ പെരുമാറാകാമോ എന്നൊക്കെ അദ്ദേഹം ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ചോദിക്കുകയാണ് സ്വയം. സമീപഭാവിയിൽ എനിക്ക് ചില പ്രയാസങ്ങൾ തീർച്ചയായും അനുഭവിക്കേണ്ടി വരും എന്ന് ഞാൻ പ്രതീക്ഷിക്കണം എന്നും അദ്ദേഹത്തിന്റെ മനസ്സ് പറഞ്ഞു. ആ ദുര്യോഗങ്ങളൊക്കെയും ഇനി അത് വന്നോട്ടെ, ഭഗവത് ഇച്ഛ അനുസരിച്ചായതുകൊണ്ട് അദ്ദേഹത്തിന്റെ മനസ്സിലും അത് ഞാൻ അനുഭവിച്ചോളാം എന്നുള്ള അതൊരു അഹങ്കാരത്തോടെ അല്ല അവിടെ പറയുന്നത്. ഭഗവാന്റെ ഇച്ഛയ്ക്കനുസരിച്ച് പ്രവർത്തിച്ചത് കൊണ്ട്, ഭഗവാനെ തന്നിരിക്കുന്ന ഉപദേശങ്ങൾക്കെതിരെ പ്രവർത്തിച്ചത് കൊണ്ടും അവിടെ രണ്ട് കാര്യങ്ങളാണ് വന്നിരിക്കുന്നത്. അപ്പൊ ആ ദുര്യോഗങ്ങളൊക്കെയും ഒട്ടും താമസിയാതെ വന്ന് ഭവിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഒരുപക്ഷെ എനിക്ക് ആ പാപപ്രവൃത്തിയിൽ നിന്ന് സ്വതന്ത്രമാകാനും ഭാവിയിൽ അത്തരം പാപങ്ങൾ ചെയ്യാതിരിക്കാനും എനിക്ക് സാധിച്ചേക്കും എന്നുള്ളതാണ് നമ്മുടെ അദ്ദേഹം പറയുന്നത്. അപ്പൊ മഹാതേജസ്വിയായിട്ടുള്ള ഒരു ബ്രാഹ്മണനെയാണ് അദ്ദേഹം എന്ത് ചെയ്തത്? അവരോടാണ് തെറ്റ് ചെയ്തിരിക്കുന്നത്. ബ്രാഹ്മണർക്കും ഗോക്കൾക്കും ചില പ്രഭാതിന് പറയുകയാണ്, സർവ്വവിധ സംരക്ഷണവും നൽകണമെന്ന് പരമപുരുഷൻ പറയുന്നുണ്ട്. അങ്ങനെ സത്ബ്രാഹ്മണരോടും ഗോക്കളോടും ഭഗവാന് പ്രത്യേക പ്രതിപത്തിയുമുണ്ട്. അതോടെ പറയുന്നുണ്ട് ഗോബ്രാഹ്മണ ഹിതായച്ച. ഇപ്പം പരിഷത്തിന് ഇതെല്ലാം അറിയാവുന്ന ആള്, പക്ഷേ ആ ബ്രാഹ്മണനെ അപമര്യാദയായി പെരുമാറുകയും ചെയ്തു എന്നും, അങ്ങനെ സംസ്കാരശൂന്യമായി താൻ പ്രവർത്തിച്ചത് കൊണ്ട് തീർച്ചയായും തനിക്ക് എന്തുവരും? മോശമായ അവസ്ഥ ഉണ്ടാകുമെന്നും, ആ അവസ്ഥ ഞാൻ ഇപ്പോൾ തന്നെ വാങ്ങിക്കാൻ തയ്യാറാണ്, ഇനിയും ഞാൻ അത് ചെയ്യാതിരിക്കുമല്ലോ എന്നുള്ളതാണ്. ഇപ്പോൾ തന്നെ ഞാൻ അത് അനുഭവിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇനിയും അത് ചെയ്യാതിരിക്കുമല്ലോ, ആസന്നമായ ദുര്യോഗം. ഇനി അത് സ്വന്തം കുടുംബാംഗങ്ങളിലേക്കൊന്നും പോകണ്ട, തന്റെ രാജ്യത്തുള്ള പ്രജകളിലേക്കും പോകണ്ട. കാരണം എന്താണ്? രാജാവ് ചെയ്യുന്ന തെറ്റുകൾ പ്രജകൾക്കും കുടുംബാംഗങ്ങൾക്കും എല്ലാം അനുഭവിക്കേണ്ടി വരും. രാജാവ് ഇവിടെ അതൊന്നും ഇഷ്ടപ്പെടുന്നില്ല. ഇനിയും താൻ ചെയ്ത തെറ്റ് തൻ്റെതാണ്, അതൊരിക്കലും തൻ്റെ പ്രജകളിലേക്ക് പോകരുത്, തൻ്റെ കുടുംബാംഗങ്ങളിലേക്ക് പോകരുത്. ഇത് തന്നിൽ തന്നെ വന്ന് ഭവിക്കണം, വേറെ ആരെയും ഉപദ്രവിക്കാൻ പാടില്ല എന്നുള്ളതാണ് മഹാരാജാവ് ആഗ്രഹിക്കുന്നു. സ്വയം അനുഭവിക്കണം, ഭാവിയിൽ ഇങ്ങനെയുള്ള തെറ്റുകൾ ഞാൻ ചെയ്യാതിരിക്കുമല്ലോ. അങ്ങനെ അദ്ദേഹം താൻ ചെയ്ത പാപത്തെ നിർവീര്യമാക്കി തീർക്കാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നു. ഉത്തരവാദപ്പെട്ട ഒരു ഭക്തനെ നമ്മൾ ഇവിടെ കാണുകയാണ്.
എന്താണ്, താൻ ചെയ്ത തെറ്റുകളുടെ ഫലം താൻ അനുഭവിക്കണമെന്നും അത് അങ്ങനെ തന്റെ തെറ്റുകൾ ഇനിയും ആവർത്തിക്കാതിരിക്കാൻ ഒരിടയാകണം, മറ്റുള്ളവരോട് അത് മനസ്സിലാക്കുകയും ചെയ്യണം എന്നുള്ളതാണ് അദ്ദേഹം ഇവിടെ കാണിച്ചു കൊടുക്കുന്നത്. അപ്പം ഭഗവത് സേവനത്തിന്റെ ഫലം അനുഭവിക്കുന്നതും ആ ഒരു ഭക്തന് ഭഗവത് സേവനത്തിന്റെ ഫലം കിട്ടും. ഇവിടെ തെറ്റ് ചെയ്തു, തെറ്റിന്റെ ഫലവും താൻ അനുഭവിക്കണം. അപ്പം എല്ലാവരെയും മറ്റുള്ളവരെ എല്ലാം ഭക്തിയുത സേവനത്തിലേക്ക് കൊണ്ടുവന്ന ആളാണ്, കൊണ്ടുവരാൻ ചുമതലപ്പെട്ട ആളാണ്. അങ്ങനെയുള്ള ഒരാളിനാണ് ഇവിടെ ഒരു തെറ്റ് പറ്റിയിരിക്കുന്നത്. അപ്പൊ ആ ചെയ്ത ആള് തന്നെ അത് അനുഭവിക്കാൻ തയ്യാറായി. തന്റെ കുടുംബത്തിൽ ആരെയും ഇത് അനുഭവിപ്പിക്കാൻ തയ്യാറായിട്ടില്ല. ശ്രീല പ്രഭുപാദർ പറയുന്നു, എന്താണ്, ഭക്തനായ പ്രഹ്ലാദൻ എന്തെല്ലാം തെറ്റുകളാണ് തന്റെ അച്ഛൻ തന്നോട് ചെയ്തത്, എന്നിട്ട് പോലും അദ്ദേഹം എന്ത് ചെയ്തു, അവരെ എല്ലാം നന്മയിലേക്ക് കൊണ്ടുവരണേ, അവർക്ക് യാതൊരു ആപത്തും വരുത്തല്ലേ എന്ന് തന്റെ അച്ഛനെ ഉപദ്രവം ഉണ്ടാകരുത് എന്നാഗ്രഹിച്ചു. ഒരു ഭക്തൻ ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണത്. ഭക്തൻ ഒരിക്കലും ഒരുത്തരെയും ഉപദ്രവിക്കാൻ ഇഷ്ടമുണ്ടാകില്ല. ഭക്തൻ സ്വയം അനുഭവിച്ച് തീർക്കുക. എന്ത് വെണ്ണീറായാലും ശരി, താൻ ഇത് അനുഭവിച്ച് തീർക്കാൻ ബാധ്യസ്ഥനാണ് എന്നുള്ള ഒരു രീതിയാണ് ഭക്തനിൽ ഉണ്ടാകുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. ശുദ്ധഭക്തൻ സദാ ഭൗതിക ബന്ധത്തെ ഭയപ്പെടുകയാണ് ചെയ്യുന്നത്. ഭക്തിയുടെ ശരിയായ രീതിയിൽ ആ ഒരു ഭൗതികമായിട്ട് കൂടുതൽ അറ്റാച്ച്മെന്റ് ഒരിക്കലും ഒരു ഭക്തൻ ആഗ്രഹിക്കുകയേ ഇല്ല എന്ന് നമുക്ക് അറിയാവുന്നതാണ്. ഹരേ കൃഷ്ണ. ഇനി നമുക്ക് മൂന്നാമത്തെ ശ്ലോകത്തിലേക്ക് കടക്കാം. ഹരേ കൃഷ്ണ. അപ്പം മൂന്നാമത്തെ ശ്ലോകത്തിൽ എന്താ പറയുന്നത്? അദ്യൈവരാജ്യം ബലമൃദ്ധഘോഷം പ്രകോപിത ബ്രഹ്മകുലാനലോ മേ ദഹത്വഭദ്രസ്യ പുനർനമേ ഭൂത്പാപീയസി ധീർദ്വിജദേവഗോപ്യഃ. അദ്യൈവരാജ്യം ബലമൃദ്ധഘോഷം പ്രകോപിത ബ്രഹ്മകുലാനലോ മേ ദഹത്വഭദ്രസ്യ പുനർനമേ ഭൂത്പാപീയസി ധീർദ്വിജദേവഗോപ്യാം. അദ്യൈവ രാജ്യം ബലമൃദ്ധഘോഷം. ഫസ്റ്റ് ലൈന്. അദ്യ ഈ ദിവസം ഏവ, അദ്യ പ്ലസ് ഏവയാണ് അദ്യൈവ. അതിലെ ഏവന്ന് വെച്ചാൽ അതെ. രാജ്യത്തെ ബലമൃദ്ധ എന്ന് വെച്ചാൽ പ്രതാപവും ബലവും സമ്പത്തും ഒക്കെ, ബലവും സമ്പത്തുമാണ് ബലമൃദ്ധ. കോശം എന്ന് വെച്ചാൽ ഭണ്ഡാരം, ധനത്തിന്റെ ഭണ്ഡാരം. പ്രകോപിത ബ്രഹ്മകുലാനലോമേ. പ്രകോപിതം അതെല്ലാം കത്തിച്ചാമ്പലാകും എന്നുള്ളതാണ്. ബ്രഹ്മകുല, എന്തുകൊണ്ട് അത് നശിക്കാൻ പോകുന്നു? ബ്രാഹ്മണ കുലത്തിനോട് ഞാൻ ചെയ്ത തെറ്റുകൊണ്ട്, അവിടെ നിന്ന് കിട്ടിയ ശാപത്താൽ. പ്രകോപിത ബ്രഹ്മകുല അനലോമേ. ആ ബ്രഹ്മകുലത്തിന്റെ എന്താണ്, ആ തീ, അവരുടെ ദേഷ്യമാകുന്ന കോപമാകുന്ന അഗ്നി, ആ ബ്രഹ്മകുലത്തിന്റെ കോപമാകുന്ന അഗ്നി, അഗ്നി. മേധാഹതു മേ അപ്പുറത്തെ ലൈനിലാണ്, സെക്കൻഡ് ലൈൻ മേ കൊടുത്തിട്ട് ദഹത്വഭദ്രസ്യ എന്ന് പിന്നെ വാക്ക് കിടക്കുന്നു. അപ്പൊ നമ്മൾ അതിനെ പിരിക്കുന്നത് മേധാഹതു, എന്നെ ദഹിപ്പിക്കട്ടെ, എന്നെ ദഹിപ്പിക്കട്ടെ, മേ ദഹതു. അപ്പം അങ്ങനെ മേ ദഹത്വ ഭദ്രസ്യ എന്നാണ് ആ വാക്ക്. ദഹതു എന്ന് വെച്ചാൽ എന്നെ ദഹിപ്പിക്കട്ടെ, ഞാൻ തെറ്റ് ചെയ്തു, എന്നെ അത് ദഹിപ്പിക്കട്ടെ. പിന്നെ അഭദ്രസ്യ, അമംഗളമാണ് ഇത് ചെയ്തത്. പുനർനമേ ഭൂത്, പുനഃ വീണ്ടും, എന്ന് വെച്ചാൽ അല്ല, മേ എന്നിൽ, നമേ അഭൂത് എന്ന് വെച്ചാൽ സംഭവിക്കട്ടെ. പാപീയസി ധീർദ്വിജദേവഗോഭ്യാം. പാപീയസി, പാപകരമായ അഥവാ അധർമ്മമായിട്ടുള്ള ബുദ്ധി. ദ്വിജ മീൻസ് ബ്രാഹ്മണര്, ദേവ പരമപുരുഷൻ, ഗോഭ്യ ഗോക്കളും. അപ്പം ഗോക്കളോടും, പരമപുരുഷൻ ഏറ്റവും ഇഷ്ടമുള്ള ഗോക്കളോടും ബ്രാഹ്മണരോടും ചെയ്ത അധർമ്മത്തിൽ, ആ പാപത്തിൽ അത് സംഭവിക്കട്ടെ എന്നാണ് ഇവിടെ പറയുന്നത്. വിവർത്തനം. ശ്രീല പ്രഭുപാദിക്ക് ജയ്. ഈശ്വരാവബോധത്തെയും ബ്രാഹ്മണീയ സംസ്കാരത്തെയും ഗോസംരക്ഷണത്തെയും അനാദരിക്കയാൽ ഞാൻ അപരിഷ്കൃതനും പാപിയുമാകുന്നു. ആകയാൽ എന്റെ രാജ്യവും പ്രതാപവും സമ്പത്തും എല്ലാം ആ ബ്രാഹ്മണന്റെ കോപത്തിന്റെ അഗ്നിയിൽ ഉടൻ തന്നെ വെന്തുവെണ്ണീറാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. തന്നിമിത്തം ഭാവിയിൽ ഞാൻ അങ്ങനെയുള്ള അശുഭങ്ങളായ ചിത്തഗതിയാൽ നയിക്കപ്പെടാതിരിക്കട്ടെ എന്ന് അദ്ദേഹം ആഗ്രഹിക്കുകയാണ് ചെയ്യുന്നത്. ഹരേ കൃഷ്ണ. ശ്ലോകം വായിച്ചോളൂ. ഓം നമോ ഭഗവതേ വാസുദേവായ.
ശ്ലോകം 3. അദ്വൈതരാജ്യം ബലമർത്ഥകോശം പ്രകോപിത ബ്രഹ്മകുലാനലോമേ ദഹൃത്തഭദ്രസ്യ പുനർമ അഭൂത് പാവീയസീധീർദ്ജദേവഗോപ്യ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പം ഇവിടെ വിവർത്തനത്തിൽ നമ്മൾ കണ്ടു എന്താണ് ഈശ്വരാവബോധവും ബ്രാഹ്മണീയ സംസ്കാരവും ഗോ സംരക്ഷണവും ഇതിനെയെല്ലാം ഞാൻ അനാദരിച്ചതിന് തുല്യമായി ഭാവിച്ചിരിക്കുന്നു. ഞാൻ ചെയ്ത തെറ്റ് അത്ര വലിയ തെറ്റാണ് ഞാൻ ചെയ്തത്. ഞാൻ അങ്ങനെ പാപിയായി അപരിഷ്കൃതനായി മാറി. അതുകൊണ്ട് ആ ബ്രാഹ്മണന്റെ കോപം അത്രമാത്രം വലിയ കോപം, ചെയ്ത തെറ്റ് വളരെ വലുതായിട്ടാണ് അദ്ദേഹം കാണുന്നത്. അങ്ങനെ അതിൽ ഞാൻ എന്ത് വെണ്ണീറാകട്ടെ, എന്റെ രാജ്യവും എല്ലാം അത് അടന്നു പിടിക്കട്ടെ, എന്റെ രാജ്യത്തിൽ എന്തായാലും അത് ഉണ്ടാകുമെന്ന് അദ്ദേഹത്തിന് മനസ്സിലാകുന്നതായിട്ട് കാണുന്നു നമ്മൾ. അപ്പം താൻ ചെയ്ത പ്രവൃത്തിയെ ഓർത്തിട്ട് വളരെ ഡിസ്ട്രസ്ഡ് ആയിട്ട് എനിക്ക് എല്ലാ ഭാവങ്ങളും എന്നിൽ തന്നെ വന്നു ചേരട്ടെ, എൻ്റെ കുടുംബത്തിനോ രാജ്യത്തിനോ മറ്റാർക്കുമല്ല, അല്ലെങ്കിൽ ഇതെല്ലാം വെന്ത് വെണ്ണീറാകും. പക്ഷെ ഞാൻ അതല്ല ഏൽക്കുന്നു. അപ്പം രാജ്യത്തിനും കൊടുക്കുന്നില്ല, കുടുംബത്തിനും കൊടുക്കുന്നില്ല, ആർക്കും കൊടുക്കുന്നില്ല. ഞാൻ ചെയ്ത തെറ്റ് ഞാൻ തന്നെ അനുഭവിച്ചുകൊള്ളാം. അപ്പം ഒരു ഹീനകൃത്യം, ഒരു തെറ്റും ചെയ്യാത്ത പവർഫുൾ ആയിട്ടുള്ള ഒരു ബ്രാഹ്മണനോട് ഞാൻ ചെയ്ത അൺസിവിലൈസ്ഡ് ആയിട്ടാണ് ഞാൻ പെരുമാറിയിരിക്കുന്നത്. അങ്ങനെ ഒരു ആക്സിഡന്റലായി അദ്ദേഹത്തിന് വന്ന തെറ്റിനെ ഓർത്ത് അദ്ദേഹം സിൻസിയറായി പരിതപിക്കുന്നതായിട്ടാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പം ഒരു ഭക്തൻ ഒരിക്കലും മനഃപൂർവ്വം പാപം ചെയ്യുകയില്ല. അദ്ദേഹം ആ സാഹചര്യം അദ്ദേഹത്തെ കൊണ്ട് അത് ചെയ്യിച്ചുവെന്നും പശ്ചാത്താപ വിവശത്താൽ അദ്ദേഹം താൻ തന്നെ കത്തിപ്പോകട്ടെ എന്ന് താൻ ആഗ്രഹിക്കുന്നു. അല്ലെങ്കിൽ തന്റെ രാജ്യവും തന്റെ കുടുംബാംഗങ്ങൾക്കും അത് ബാധകമാകും എന്ന് അദ്ദേഹം അറിയുന്നു. അപ്പം വളരെ വലിയൊരു ആപത്താണ് അദ്ദേഹം പ്രതീക്ഷിക്കുന്നത്. ഭഗവാനോട് ചെയ്ത അപരാധം, ഭഗവാന്റെ കൽപ്പനകൾ അനുസരിക്കാതിരുന്നത് എനിക്ക് വരാനുള്ളത് ഇപ്പോൾ വരുത്തും തീർച്ചയായും എന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. ഞാൻ ഭഗവാനോട് അനുസരണയില്ലാതെ പെരുമാറിയിരിക്കുന്നു. എനിക്കുള്ളത് വരാനുള്ളത് ഇപ്പോൾ തന്നെ വന്നുകൊള്ളട്ടെ. ഇനിയും ഞാൻ ഈ തെറ്റ് ചെയ്യാതിരിക്കുമല്ലോ. ചെയ്ത അപരാധം നിർവീര്യമാക്കാൻ എനിക്ക് അതുകൊണ്ട് കഴിയുമല്ലോ. എൻ്റെ കുടുംബാംഗങ്ങളോ മറ്റാരുമോ അതിൽ പെടാതെ സൂക്ഷിക്കാൻ അദ്ദേഹം ശ്രമിച്ചു. അപ്പം എൻ്റെ രാജ്യം, ശക്തി, ധനം എല്ലാത്തിനെയും അതിനെയെല്ലാം ഇത് ബാധിക്കും. അതുകൊണ്ട് ഇനിയും എങ്കിലും ബ്രാഹ്മണരോട് ആരും തന്നെ, എൻ്റെ രാജ്യത്തിലുള്ളവരാരും തന്നെ ബ്രാഹ്മണരോടോ ദേവന്മാരോടോ പശുക്കളോടോ ഒന്നും തെറ്റ് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കട്ടെ. അപ്പൊ ഞാൻ അതെല്ലാം അനുഭവിച്ചുകൊണ്ട് എന്ത് ചെയ്യാം, എൻ്റെ രാജ്യത്തെ അങ്ങനെയെങ്കിലും സംരക്ഷിക്കാൻ നോക്കാം എന്നുള്ളതാണ്. രാജ്യത്തിന്റെ സാമ്പത്തിക പുരോഗതി എന്ന് പറയുമ്പോൾ അവിടെ വ്യാപാരം, വ്യവസായം, വാണിജ്യം, കൃഷി ഇതെല്ലാം സാമ്പത്തിക പുരോഗതിയിൽ വരും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയും അവതാളത്തിലേക്ക് പോകാതിരിക്കട്ടെ, അത് അതിനെ ഒന്നും ഇത് ബാധിക്കാതെ ഇരിക്കട്ടെ. ഗോസംരക്ഷണം ഏറ്റവും പ്രധാനമായിട്ടുള്ളതാണ്. ബ്രാഹ്മണീയ സംസ്കാരം ഇവയിൽ അധിഷ്ഠിതവുമാണ്. അന്ന് അക്കാലഘട്ടത്തിൽ ഇന്നത്തെ പോലെയല്ല, ബ്രാഹ്മണീയ സംസ്കാരം മുന്നോട്ട് നിന്നെങ്കിൽ മാത്രമേ ഈ വക കാര്യങ്ങളെല്ലാം വേണ്ട രീതിയിൽ പോകുമായിരുന്നു. അല്ലെങ്കിൽ ആ പുരോഗതി അധപതനത്തിലേക്ക് എത്തിക്കും എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ബ്രാഹ്മണന്റെ സംസ്കാരം എന്ന് പറയുന്ന ഈശ്വരാബോധത്തിൽ എത്തി നിൽക്കുന്ന സംസ്കാരമാണ്. അത് വളരെ പ്രാധാന്യമായി കാണേണ്ടതാണ്. പക്ഷെ ഇവിടെ അതിന് സാധിച്ചില്ല. അതിനപ്പുറത്തുള്ള കാര്യങ്ങൾ അത് പ്രവർത്തിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. വിഭുവായിട്ടിരിക്കുന്ന ഭഗവാന് ആ ഭഗവാനെ കുറിച്ച് ഓർക്കാതെ ഒരു മിനിറ്റ് പോയി നമ്മൾ പലപ്പോഴും ഭഗവാനെ കുറിച്ച് നാമം ചൊല്ലിക്കൊണ്ടായിരിക്കും നമ്മൾ പല ജോലികളും ചെയ്യുക. പക്ഷേ നിമിഷ നേരങ്ങൾക്കകം മനസ്സിൽ നിന്ന് ആ ഭഗവാൻ അങ്ങ് പോകും, നാമജപവും പോകും, മറ്റു പല കാര്യങ്ങളിലേക്കും മനസ്സ് പോകും. അപ്പൊ അങ്ങനെ വരുന്ന ഒരവസ്ഥ എല്ലാവരിലും മനുഷ്യരില് ഉണ്ടാകും. ഇവിടെ ഭഗവാനെ വിഭുവായിട്ടിരിക്കുന്ന ഭഗവാനെ കുറിച്ച് അല്ലെങ്കിൽ പ്രകൃതിയുടെ ലോസിനെ കുറിച്ച്, ലോസ് ഓഫ് നേച്ചർ വളരെ പ്രധാനമാണ്. അപ്പൊ അതിനെ കുറിച്ച് ചിന്തിക്കാതെയായി അങ്ങനെ ഒരു ഭക്തൻ ഒരിക്കലും നെവർ കണ്ടീഷൻ ബൈ ദ ലോസ് ഓഫ് നേച്ചർ എന്നാണ് പറയുന്നത്. ഒരിക്കലും പ്രകൃതിയുടെ ആ ലോസിൽ പെട്ടുപോകരുത്. ഭക്തൻ എപ്പോഴും അതിനെക്കുറിച്ച് ചിന്തിക്കണം. ഭക്തൻ എന്ന് പറഞ്ഞാൽ സാത്വതമായിട്ടുള്ള ആൾക്കാര്, പ്യുവർ ഡിവോട്ടീസ് അവർക്ക്
അവർക്ക് എന്താണ് ഭഗവാൻ സേവ മാത്രമാണ് അവരുടെ മനസ്സിൽ ഉണ്ടാകേണ്ടത്. അതിവിടെ മാറിപ്പോയി എന്നുള്ളതാണ് നമ്മളിവിടെ കാണുന്നത്. നമ്മൾ വിചാരിക്കും ഒരു രാജാവല്ലേ അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യും. പക്ഷെ രാജാവായാലും ശരി ഈ വക കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ പെരുമാറേണ്ടതായിരുന്നു. ഒരു ഭക്തൻ ഒരിക്കലും ഒരു മെന്റൽ കോൺകോക്ഷൻ വരാനേ പാടില്ല. എപ്പോഴും അതിൽ നിന്നും മാറി നിൽക്കാൻ ശ്രമിക്കണം എന്നുള്ളതാണ്. അപ്പം അതിന് ചെയ്യേണ്ടത് നമ്മൾ പ്രത്യേകിച്ച് ചെയ്യേണ്ടത്, ഇതിപ്പോ അതിന്റെ അഭാവം ഒന്നുമല്ല ഇവിടെ അതെല്ലാം നേരെ ഉണ്ടായിരുന്നു. ഭഗവാൻ വിളിക്കാൻ ഇഷ്ടപ്പെട്ടു. പക്ഷെ സാധാരണ രീതിയിൽ നമ്മൾ ഒന്ന് ചിന്തിച്ചു നോക്കിയാല് നമ്മൾ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഭഗവാന്റെ ഗ്ലോറീസിനെ കുറിച്ച് കേൾക്കുക, ശരീരവും മനസ്സും ബുദ്ധിയും ഭഗവാനിൽ ഉറപ്പിച്ച് നമ്മൾ നിൽക്കാൻ ശ്രമിക്കുക. ഒരു സാധാരണ വ്യക്തി ബുദ്ധിയെ ഭഗവാൻ നമ്മുടെ ബുദ്ധി എന്നും പറഞ്ഞ് നമ്മൾ അഹങ്കരിക്കാതെ നമ്മുടെ ബുദ്ധിയെ ഭഗവാന് സമർപ്പിക്കുക. ജീവിതത്തിന്റെ മാറ്റം അത് എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്നതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ മാറ്റം വരുമ്പോഴും ഒന്നുകിൽ താഴാം അല്ലെങ്കിൽ ഉയരാം. ഇത് രണ്ടു വരുമ്പോഴും നമ്മള് എന്ത് ചെയ്യണം? ഭഗവാനെ തന്നെ കൂടെ പിടിച്ചു നിർത്താൻ നമ്മൾ തയ്യാറാകണം. അപ്പം ഇവിടെ പരീക്ഷിത്ത് എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി, പരമപവിത്രനായ ഒരു ഭക്തൻ. എന്നിട്ടു പോലും അദ്ദേഹം ഇവിടെ ബ്രാഹ്മണരെ അനാദരിക്കുന്നതിന് കാരണമായി ഭവിച്ചു. അദ്ദേഹത്തിന് വിശപ്പും ദാഹവും തോന്നിച്ചു. അപ്പൊ അങ്ങനെ വിശപ്പും ദാഹവും തോന്നിപ്പിച്ചത് പ്രോവിഡൻസിന്റെ പണിയാണ് എന്നുള്ളത് ശരി. എന്നിരുന്നാൽ പോലും അത് വരാൻ പാടില്ലായിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ വന്നുപോയി. ഒരു ഭക്തനിൽ ഒരിക്കലും അതൊന്നും വരാൻ പാടില്ല. ഭക്തൻ എപ്പോഴും എന്ത് ചെയ്തിരിക്കണം? ഭഗവാന്റെ വാക്കുകൾക്ക് പ്രാധാന്യം കൊടുക്കണമായിരുന്നു. ഇവിടെ അത് കൊടുത്തില്ല എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ബ്രാഹ്മണീയ സംസ്കാരം, ഈശ്വരാവബോധം, ഗോസംരക്ഷണം എന്നിവയ്ക്ക് സമ്പത്തും ശക്തിയും നിയുക്തമാക്കാത്ത പക്ഷം രാജ്യവും ഭവനവും നിശ്ചയമായും ദൈവത്താൽ ശിക്ഷിക്കപ്പെടും. അപ്പൊ അങ്ങനെ ഒരിത് ഇവിടെ ശ്രീല പ്രഭാതര് പറയുന്നത്, നാം ലോകത്തെ ഐശ്വര്യവും സമാധാനവും കാക്ഷിക്കുന്ന പക്ഷം ഈ ശ്ലോകത്തിൽ നിന്നും നമ്മൾ പാഠം ഉൾക്കൊള്ളേണ്ടതാണ്. അപ്പൊ ആത്മീയ ശുദ്ധീകരണത്തിനായി നമ്മുടെ ബ്രാഹ്മണീയ സംസ്കാരത്തിന് കാരണത്വമായവരുടെയും ആത്മസാക്ഷാത്കാരത്തിനായി ഈശ്വരാവബോധത്തിന് കാരണത്വമായവയുടെയും സർവ്വസദാചാര മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്ന സമഗ്രമായ സഭ്യത നിലനിർത്തണം. നമ്മൾ ഒരിക്കലും മറക്കാനാകാത്ത ചില കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ട് എന്നും സമൂഹത്തിൽ അത് പറഞ്ഞു തരാൻ ബാധ്യസ്ഥനായ ആൾക്കാരുണ്ട് എന്നും. ഇന്നും അത് പറഞ്ഞു തരാൻ ബാധ്യസ്ഥരായവർ നമ്മുടെ മുന്നിലില്ല. പക്ഷേ നമ്മൾ എവിടെ നിന്ന് അത് പഠിച്ചെടുക്കണം? ശാസ്ത്രങ്ങളിൽ നിന്ന് നമ്മളത് മനസ്സിലാക്കി എടുക്കണമെന്നും അങ്ങനെ നമ്മൾ ഇതിനൊക്കെ പ്രാധാന്യം കൊടുക്കേണ്ടിയിരിക്കുന്നു. ഓരോ ഭവനവും അതിന് പ്രത്യേകം പ്രയത്നിക്കണമെന്നും പറഞ്ഞുകൊണ്ടാണ് ശ്രീല പ്രഭാതർ നടത്തുന്നത്. നമ്മൾ ചെയ്യുന്ന തെറ്റുകളെ നമ്മൾ മനസ്സിലാക്കുകയും ആ തെറ്റുകൾ ഇനിയും ആവർത്തിക്കാതിരിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുകയും ഭഗവാന്റെ പാദപത്മങ്ങളെ എപ്പോഴും മനസ്സിൽ ചിന്തിക്കുകയും അങ്ങനെ ചെയ്യുന്ന തെറ്റുകൾ ഒരിക്കലും ഇനിയും ആവർത്തിക്കാതെ വേണം നമ്മളെ ഓരോ ദിവസവും കഴിച്ചു കൂട്ടാൻ എന്ന് നമുക്കിവിടെ പറഞ്ഞു തരികയാണ്. അപ്പൊ ഈ ഒരു ശ്ലോകം വളരെ പ്രാധാന്യമുള്ളതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുക. ഹരേ കൃഷ്ണ. നമുക്ക് സമയം കഴിഞ്ഞു. ഹരേ കൃഷ്ണ. സോറി, ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഒരു മിനിറ്റ്. ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? ഹരേ കൃഷ്ണ. താങ്ക് യു. എല്ലാരും വരിക. മാതാജിയുടെ ഈ ഒരു ഭാഗവതം വളരെ വർഷങ്ങളായിട്ട് യാതൊരു മുടക്കവും കൂടാതെ വരുന്നതിലേക്ക് വേണ്ടിയിട്ട് നമുക്ക് എല്ലാവർക്കും അറ്റൻഡ് ചെയ്യാനും വേണ്ടിയിട്ട് നമുക്ക് മാതാജിക്കും മാതാജിയുടെ കുടുംബത്തിനും വേണ്ടി 2 പ്രാവശ്യം ഹരേ കൃഷ്ണ മന്ത്രം പറഞ്ഞ് വൈൻഡപ്പ് ചെയ്യാം. ഹരേ കൃഷ്ണ. രാമ ഹരേ രാമ 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 ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ രാമ ഹരേ രാമ वैष्णव की हरिनाम संकीर्तन यज्ञ की हरे कृष्णा महामंत्र की श्रील प्रभुपाद की जय। श्री आनंद पद्मनाभ स्वामी की जय। हरे कृष्ण माता जी, प्रणाम। हरे कृष्ण।